السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, സലാം ഫൈസി അടക്കമുള്ള സംഘടനാ നേതാക്കളെ, ബഹുമാനികളായ മറ്റു സഹപ്രവർത്തകന്മാരെ, ഉസ്താദുമാരെ, ദീനിൻ്റെ കാവൽക്കാരും നായകരും പ്രചാരകരുമായ ബഹുമാനപ്പെട്ട ഉലമാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു തആല ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തആല എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും എവിടെയും അല്ലാഹു ഖൈർ തുറന്നു തരട്ടെ. അല്ലാഹുവിൻ്റെ മഹാറഹ്മത്തായ മഴ കൊണ്ട് അല്ലാഹു ഭൂമിയെ തണുപ്പിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന് ഉള്ള എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ഈ സൗകര്യം ഒരുക്കി തന്ന ഈ മഹല്ലിന് അല്ലാഹു പ്രത്യേക റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സഹപ്രവർത്തകർ, എല്ലാവർക്കും അല്ലാഹു ഖൈറിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. അല്ലാഹു വന്യരായ കുമരമ്പത്തൂർ ഉസ്താദ് അടക്കം മരണപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി കോട്ടുമല ബാപ്പു മുസ്ലിയാർക്ക് അല്ലാഹു തആല പ്രത്യേക ശിഫ നൽകട്ടെ. റഹ്മത്ത് അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. സമ്പൂർണ്ണ ശിഫ നൽകട്ടെ. സമ്പൂർണ്ണ ശിഫ നൽകട്ടെ. വീണ്ടും ഊർജ്ജസ്വലനായി നമ്മോട് കൂടെ ചേരാൻ അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സഹായിക്കട്ടെ. അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുള്ള രോഗവും പ്രയാസവും അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് അല്ലാഹു സബബാക്കി കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവരും സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഖതീബ്മാർ ചെയ്യേണ്ടത് എന്നതാണ് ഖതീബന്മാർ അവരുടെ ഉത്തരവാദിത്വം. അവർ നിലകൊള്ളേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്.
ആ ബാക്കിൽ കുറേ ആളുകൾ കൂടിയിരിക്കുന്നു. നമ്മെപ്പോലെ ബോധമുള്ള ഒരു സദസ്സ് അങ്ങനെ ആകുന്നത് ഖൈറില്ല എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇവിടെയൊക്കെ ആളില്ലായ്മ, അവിടെ ആളുകൾ കൂടിയിരിക്കുന്നു, അതൊരു ശരിയായ ശൈലിയല്ല. നമ്മൾ ഇങ്ങോട്ട് കയറി വരി. ഫാൻ എനിക്ക് വേണ്ട. ഒന്നാമതായി ഞാനങ്ങനെ പ്രത്യേക ആമുഖമൊന്നും പറയാതെ ഉള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന നിലയിൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം എന്ന് താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒന്നാമതായി നാം നമ്മുടെ സ്റ്റാൻഡ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. നാം ആര്, നമ്മുടെ മസ്ഊലിയത്ത്, നമ്മുടെ ഷഖ്സിയത്ത്, ഇത് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കണം. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒന്നാമതായി നമ്മൾ ഖതീബ് എന്ന നിലയിൽ ഒരു മഹല്ലിൻ്റെ മൊത്തം ദീനീ കാര്യങ്ങളുടെ മസ്ഊലാണ് ഖതീബ്. അപ്പോൾ അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന സ്ഥാനത്തിന് ആ മഹല്ലിൽ ഏറ്റവും അർഹതയുള്ള ആ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ അയാളാണ്. വിവരം കൂടിയാലും കുറഞ്ഞാലും അതൊരു വിഷയമുള്ള കാര്യമല്ല. വിവരം എന്നുള്ളത് ആവശ്യത്തിന് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കും എന്നതുകൊണ്ട് ഖതീബിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പൊസിഷനാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. വിവരം കുറയാം, വിവരം കൂടാം, അതിനങ്ങനെ ഒരു വിഷയമില്ല. വിവരം അള്ളാഹു ആവശ്യമായതെല്ലാം ലഭ്യമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം, അള്ളാഹുവിൻ്റെ സഹായത്താൽ. അപ്പോൾ വിവരം കുറഞ്ഞു, വിവരം കൂടി, നമ്മൾ വിവരമില്ലാത്ത ആൾ, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഒന്നാമതായി പിന്നെ വിവരത്തിന് വേറൊരു കുറച്ച് കഴിഞ്ഞിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ മറന്നാൽ എന്നോട് ചോദിക്കണം. വിവരം ഒരു ഈക്വലൈസേഷൻ വിവരത്തിൽ വരും എന്നാണ് എൻ്റെ ധാരണ. വിവരത്തിനൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ വ്യക്തികളിലേക്ക് കൊടുക്കുകയല്ല ചെയ്തത്, ഒരു സമൂഹത്തിന് ദീൻ കൊടുക്കുകയല്ല ചെയ്തത്. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ദീൻ ഏൽപ്പിച്ച് സമൂഹത്തെ സമുദ്ധരിക്കുകയാണ്. ഈ വ്യക്തിയാണ് സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം. ഗ്രന്ഥങ്ങളല്ല, പ്രിൻസിപ്പിൾസ്, നിയമങ്ങളല്ല, ഒന്നുമല്ല. ഒരു സമൂഹത്തിൻ്റെ എല്ലാ മാറ്റങ്ങളുടെയും ആധാരം മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. വ്യക്തിയിൽ നിന്ന് ഗ്രന്ഥത്തെ അറിയുകയാണ്, ആ ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തിയെ അറിയുകയല്ല വേണ്ടത്. സലഫിസത്തിന് വന്ന ഭീമമായ തെറ്റ് അതാണ്. ഞാൻ സലഫിസത്തെ പറ്റി ഇപ്പോൾ പഠിച്ച് എത്തി നിൽക്കുന്ന ലാസ്റ്റ് പാഠമാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ രാത്രി ഞാൻ എത്തിച്ചേർന്ന അവസാനത്തെ പാഠം. എന്ത് ഒരു സൊസൈറ്റിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നതിൻ്റെ എൻ്റെ ലാസ്റ്റ് ധാരണ അവരുടെ റീഡിങ്ങിൽ പിഴച്ചു പോയി എന്നാണ്. ഈ റീഡിങ്ങിൽ പിഴക്കുക എന്നാൽ അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ്, നിങ്ങൾക്കതിൽ നിന്നൊരു ഒരു ബേസ് കിട്ടും. അവർ ഖുർആനിൽ നിന്ന് മുഹമ്മദിനെ മനസ്സിലാക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തെറ്റാണ്. ഖുർആനിൽ നിന്ന് മുഹമ്മദിനെ മനസ്സിലാക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റാണ്. മുഹമ്മദിൽ നിന്ന് ഖുർആനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്.
കാരണം എവിടെയും ഖുർആനിൽ നിന്ന് മുഹമ്മദിനെ മനസ്സിലാക്കാനല്ല പറഞ്ഞത്, പകരം മുഹമ്മദിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ മനസ്സിലാക്കുകയാണ്. 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം ദുആ ചെയ്തത് റബ്ബന വബഅത് ഫീഹിം റസൂലൻ മിൻഹും, ബേസ് വ്യക്തിയാണ്. യത്ലു അലൈഹിം ആയാതിക്, ഇയാളിൽ നിന്ന് ഇത് മനസ്സിലാക്കണം. പുറത്തും അങ്ങനെ തന്നെയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി. ഇതാണ് റീഡിങ്. അവർക്ക് റീഡിങ് പേച്ചോടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ പിഴവാണത്. ഇവൻ പിഴവ് പറ്റിപ്പോയി, റീഡിങ് അടിച്ച് പൊളിഞ്ഞുപോയി. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. മർമ്മം എന്ന് പറയുന്നത് അംബിയ ആണ്, ഈ വ്യക്തികളാണ്. ഈ വ്യക്തികളിലാണ് സത്യത്തിൽ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ, അവർ ഏത് നിലക്ക് സമൂഹം മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആധാരം ഈ വ്യക്തികളാണ്. ഈ അംബിയ നിൽക്കുന്നിടത്താണ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നാണ്. ഉലമ ആണ് വറസത്തുൽ അംബിയാ. അതായത് അംബിയാക്കൾക്ക് കിട്ടിയ ലാഭം അവർക്ക് കിട്ടും, അംബിയാക്കൾ ചെയ്തത് അവർ ചെയ്യണം, അംബിയാക്കൾ സൂക്ഷിച്ചത് അവർ സൂക്ഷിക്കണം, അംബിയാക്കൾ അനുഭവിച്ചത് അവർ അനുഭവിക്കണം. അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാ ആണ് വറസത്തുൽ അംബിയാ. ഞാൻ ഇൽമിന്റെ അളവ് ഇനി മിണ്ടരുത്, അതിന്റെ വർത്താനല്ല. ഖതീബ് സമം ആലിം. ജനദൃഷ്ടിയിൽ ആ നാട്ടിലെ വലിയ ആലിം ആരാവണല്ലോ, അല്ലേ? അങ്ങനെ പറയേ. ഇനി അവിടെ ഏറ്റവും വലിയ ആലിമുൽ അല്ലാമ ഉണ്ടെങ്കിലും അയാൾ ഖതീബിന്റെ താഴെ തന്നെയാണ്. അങ്ങനെയാണ്. എനിക്ക് ജീവിതത്തിലൊരു ഒരു അള്ളാഹു തന്ന ഒരു തൗഫീഖ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു തൗഫീഖ്. മൂട്ടയെടുത്ത് മഹലിൽ എന്നിൽ നിന്ന് ചില കിതാബുകളൊക്കെ ഓടിയിട്ട് ആ ആളിൽ നിന്ന് പഠിച്ച ആള് മൂട്ടയെടുത്ത് ഖത്തീബായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഖത്തീബിന്റെ കസേരയിലോ ഖത്തീബിന്റെ കട്ടിലിലോ ഞാൻ ഇരുന്നിട്ടില്ല. ഇന്ന് വരെയില്ല. അതെനിക്ക് തോന്നൂല, അത് ശരിയല്ല എന്നിങ്ങനെ തോന്നും. എന്തുകൊണ്ട്? നമ്മളവിടെ പോയ താഴെ തന്നെ ഇരിക്കും. എന്തുകൊണ്ട്? നമ്മൾ ആരാണെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾ ആര് തന്നെയാണ്, അതൊന്നാമതായി മനസ്സിലാക്കണം. അതങ്ങനെ തന്നെയാണ്. അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല. ഖത്തീബിനെ ആ ആൾ എന്താണെങ്കിലും വരുന്നവരെല്ലാം മാനിക്കണം. കാരണം ഖത്തീബിന്റെ പൊസിഷൻ അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള അൽ ഉലമ എന്ന നിലക്ക് അവരെയാണ് അംബിയായിനെ അള്ളാഹു ദീനേൽപ്പിച്ചു. അംബിയാക്കൾ സൊസൈറ്റിയിൽ നിലകൊണ്ടു, എന്നിട്ട് അവരിൽ നിന്ന് പരിവർത്തനമുണ്ടായി. ഇന്ന് ആ സ്ഥാനത്താണ് ആരുള്ളത്? ആരുള്ളത്? ഖതീബുള്ളത്. ഇനി ഖത്തീബാകാം, ഖത്തീബാകാതിരിക്കാം. ഖത്തീബ് അത് എനിക്കാവൂല, അത് നിങ്ങൾ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലേ, ഞാൻ മദ്രസയെ പഠിപ്പിക്കാം, അങ്ങനെയും പറയാം. ചിലപ്പോൾ ഖത്തീബിനേക്കാൾ ഇയാൾക്ക് വിവരമുണ്ടാവും. അങ്ങനെ എന്തുകൊണ്ട്? ഖത്തീബ് ഒരു മസ്ഊലിയത്താണ്. അത് കേവലം പണിയല്ല, അതൊരു മസ്ഊലിയത്താണ്. ഖുത്ബ മുതലല്ല, ഖുത്ബ ഓതാതെ തന്നെ ഇരിക്കാം. ഖത്തീബും മുദരിസുമായിരുന്ന എൻ്റെ ഉസ്താദ് കൊല്ലങ്ങളോളം ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഖുത്ബ ഓതിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഖുത്ബ ഞങ്ങളോടും ഖത്തീബാരെന്നെ ഉസ്താദെ ഖുത്ബ ഓതൽ അവിടെ വിഷയമല്ല, വിഷയം ആ സ്റ്റാൻഡാണ്. മനസ്സിലായോ? ഖുത്ബ ഓതാതിരിക്കുക ഇതൊന്നും വിഷയമല്ല, സ്റ്റാൻഡാണ്. അപ്പൊ ഒന്നാമതായി ഈ അംബിയ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയയിൽ സ്ഥാപിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഖത്തീബിൽ അടിസ്ഥാനമാണ്. ഒന്ന്, ഈ അംബിയായിന് സ്വഭാവമുണ്ട്. അംബിയായിന് ഹൈ പേഴ്സണാലിറ്റിയാണ്. അതായത് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ കടിപിടി കൂടൂല. ഒന്നാമതായി ജനങ്ങളെ മാറ്റുകയേ വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ജനങ്ങളെ മാറ്റുകയേ വേണ്ട. ജനങ്ങളെ മാറ്റുക എന്ന വാക്ക് 100% തെറ്റാണ്. ജനങ്ങളെ മാറ്റുകയേ വേണ്ട.
ഖത്തീബ് മാറിയാൽ മതി, എന്നാൽ ജനം ഓട്ടോമാറ്റിക്കലി മാറും എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് സുഖകരമല്ലാത്ത ഒരു വാർത്ത പറഞ്ഞു തരാം. കേൾക്കത്ര സുഖം ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം, അത് ചിന്തിക്കാൻ വേണ്ടി പറയാൻ കേട്ടോ. ഞാൻ മമ്പാട് ഖത്തീബായിട്ട് ഏകദേശം 16 വർഷമായി. 16 വർഷം, ദീർഘമായ 16 വർഷം മമ്പാട് ഖത്തീബാണ് ഞാൻ. തോട്ടിൻ്റെ കര മമ്പാട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നിൽക്കും. അങ്ങനെ ഞാൻ ഖത്തീബാണ്. ഇടക്കാലത്ത് സമസ്ത എന്നെ മാറ്റി നിർത്തി. എന്നാൽ മഹല്ല് ആരുടേത് തന്നെ, സമസ്തയുടെ തന്നെ. പക്ഷെ മഹല്ല് എന്നെ മാറ്റി നിർത്തിയില്ല. അതിൻ്റെ പേര് മഹല്ല് അനുഭവിച്ച ത്യാഗങ്ങൾക്ക് കയ്യും കണക്കില്ല. വളരെ ത്യാഗങ്ങൾ മഹല്ല് നേതാക്കൾ അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും അവരെന്നെ മാറ്റി നിർത്തില്ല. അതിൻ്റെ പേരിൽ വിളിക്കപ്പെടുന്ന സംഘടനാ യോഗങ്ങൾക്ക് മഹല്ലു നേതാക്കളെ വിളിക്കാതെയായി. എന്നിട്ടും അവരെന്നെ മാറ്റി നിർത്തിയില്ല. എന്നാൽ അവർ ഖാലിസായി ആരാണ്? സമസ്തക്കാരാണ്. സമസ്തക്കാരുടെ വാക്കുകൾ അവർ യുദ്ധം ചെയ്യും. ഇതിൽ ഒരുപാട് ചിന്തിക്കാനുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം ഇതിൽ ചിന്തിക്കാനുണ്ടാവും. ഇപ്പോൾ ഞാൻ അവിടെ ഖത്തീബാണ്. 16 കൊല്ലമായി അവിടെ ഖത്തീബാണ്. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ അവിടുത്തെ പ്രസിഡന്റിന് ഒരു മുഖം കൊടുക്കുകയോ സെക്രട്ടറിക്ക് ഒരു മുഖം കൊടുക്കുകയോ അവരെന്തെങ്കിലും പറഞ്ഞത് അങ്ങനെ അപ്പടിയാണ് വിഴുങ്ങുകയോ ചെയ്യാറില്ല. പ്രസിഡന്റിനെ അടിക്കാൻ എണീറ്റിട്ടുണ്ട്, അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റിനെ അടിക്കാൻ എണീറ്റ സമയം ഉണ്ടായിട്ടുണ്ട്. അടിക്കുമായിരുന്നു. അതിന് കാരണമുണ്ട്. അല്ല, ഒന്നുമല്ല, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പ്രസിഡന്റിനെ അടിച്ചാൽ നാടൊക്കെ നന്നാവുന്നില്ല, അതിൻ്റെ വേണ അതല്ല അതിന് മേന. നമ്മൾ തമ്മിൽ അനുഭവങ്ങൾ പങ്കുവെക്കാണ്. ഈ പ്രസിഡന്റിന് വ്യക്തിപരമായി എന്നെ കൊണ്ട് വിഷമേ ഉണ്ടാവുള്ളൂ. ഒന്ന് ഫോൺ ചെയ്താൽ ഞാൻ എടുക്കൂല. ഒന്നിന് മാന്യമായി പലപ്പോഴും മാന്യമായി സംസാരിക്കാതിരിക്കൊക്കെ നല്ല അതിൻ്റെ അർത്ഥം. അതായത് അവരൊരാളായി നിൽക്കൂല. അവർക്കൊരിക്കലും അവർ ചിലപ്പോൾ വിളിച്ചാൽ അവരുടെ സൽക്കാരത്തിന് വിളിച്ചാൽ പോകൂല. അതേ സമയത്ത് അവിടുത്തെ വേറെ സാധുവിൻ്റെ സൽക്കാരത്തിന് കൃത്യമായി പോവുകയും ചെയ്യും. പോവുകയില്ല. അത് പോകാതിരിക്കൽ നന്മയൊന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ ആളുകൾക്കൊന്നും പലപ്പോഴും എന്നെക്കൊണ്ട് അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ പോലും സംഭവിച്ചത് ഇങ്ങനെയാണ്. അതിൽ ഒരു വലിയ ചിന്ത ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ഖത്തീബിൻ്റെ പ്രസിഡന്റിൻ്റെ ഒരു അനുജന് മുജാഹിദായി. അപ്പോൾ ലേശം പ്രസിഡന്റ് ആ ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങി. അപ്പോൾ ഒരു വർഷത്തെ മൗലിദിന് അദ്ദേഹം എതിരായ ന്യായം പറഞ്ഞു, യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതിന് എതിരായ ന്യായം എന്താ പറഞ്ഞു? എന്നാൽ പിന്നെ ഇവിടെ ബദരീങ്ങളാണ്ടിന് എതിർ ന്യായം പറഞ്ഞു. എന്താ എതിർ ന്യായം? അത് നമ്മൾ ചോറ് വെച്ചു കൊടുത്താൽ കുറെ ആളുകൾ പറ്റിൽ ചവിട്ടും, അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ബദരീങ്ങളാണ് വേണ്ടാണ്. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ പുരയിലെ തീറ്റ നിർത്തിക്കളാം. കാരണം കുറെ ആളുകൾ അടുക്കള ഭാഗത്തേക്ക് മോറി ചെല്ലുമ്പോൾ കുറെ ആളുകൾ നടക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞ്. മനസ്സിലായില്ലേ? പറയേണ്ട കോലത്തിൽ പറഞ്ഞ് വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇത് ഒന്നുമല്ല. ഒന്ന് ഇരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ഇരിക്കുന്ന കുന്നിൽ പന്നി നിരങ്ങരുതെന്നാണ്. പന്നി വളരെ മോശപ്പെട്ട സാധനമാണ്. പക്ഷെ ആ പന്നി ഉള്ള കുന്നിൽ പന്നി മാന്യനായി പെരുമാറാനേ പാടുള്ളൂ. മനസ്സിലായില്ല? ഞങ്ങൾ നിലമ്പൂർക്കാരാണ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടത് അറിയാം. അതായത് ഈ കുന്നിൽ പന്നിയുടെ ശല്യം കണ്ടാൽ ഈ കുന്നിൽ പന്നിയെ തിരയരുത്, അപ്പുറത്തെ കുന്ന് തിരയണം. കാരണം പന്നി ഉള്ള കുന്നിൽ പന്നി മാന്യനാകണം, ഇല്ലെങ്കിൽ പന്നി കടന്നെല്ലാം കഴിയില്ല. ആൾറെഡി പന്നി മോശമായിരിക്കും. നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? ഇതിന്റെ അർത്ഥം ഞാനിപ്പോൾ അവിടെ പറഞ്ഞതിൻ്റെ ഉള്ളർത്ഥമുണ്ട്. റഹ്മത്തുള്ള മഹാനാണെന്നല്ല, ഞാൻ അതിനെ തട്ടപ്പ് ചെയ്തത്. ഞാൻ വലിയ ആളാന്ന് വരുത്തി തീർക്കല്ലേ. ഞാനൊരു ടെക്നോളജിയാണ്, ഒരു ടെക്നിക്കാണത്. അതായത് അവിടെ ഞാൻ വലിയ ആൾ തന്നെയാണ്.
ഒരു 16 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു റദായിൽ ഒരു മോശപ്പെട്ട വാക്ക് എന്നെ പറ്റി പറയാൻ ഒരാൾക്ക് കഴിയില്ല. അതിൻ്റെ അർത്ഥം ഞാൻ നല്ല ആളെന്നല്ല. അതിൻ്റെ അർത്ഥം ഞാൻ നല്ല ആളെന്നല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് ഒന്നാമനായി നമ്മൾ ജനങ്ങളെ മാറ്റല്ല, അയാൾ ഒരാളാണ് എന്ന് ആ നാട്ടുകാർക്ക് മനസ്സിലാവണം. എന്നാൽ നാട്ടുകാർ മാറാവുന്നതേ ഉള്ളൂ. വേറുള്ളതെല്ലാം വയറിലാണ്. ആ വയറിന് ഒരു വയനില്ല. വേറുള്ളങ്ങൾ അങ്ങനെ ചെയ്യും, ഇതിനൊന്നും അർത്ഥമില്ലേ ഇല്ല. രാജാക്കൾ ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാണ് ലിയോ ടോൾസ്റ്റോയ് വാർ ആൻഡ് പീസ് തുടങ്ങുന്നത്. ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസിലെ ആദ്യത്തെ വാക്ക് രാജാക്കൾ ചരിത്രം സൃഷ്ടിക്കുന്നു എന്നാണ്. അതായത് രാജാവ് എങ്ങനെയാണോ സൊസൈറ്റി അങ്ങനെയോ. ഒരു മഹലിന്റെ രാജാവ് മിൻഹൈസ് ഇന്നഹു മഹല്ലുൻ, ഒരു മഹല്ല് എന്നൊക്കെ അവിടുത്തെ രാജാവ് ആരെന്നെയാണ്? ഖതീബാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് നമ്മൾ വലിയ നഷ്ടമൊന്നും അല്ല. മുമ്പൊരിക്കല് നന്ദിയിൽ വെച്ച് ഒരു കുട്ടി കൂകി വിളിച്ച് ആരോ പുറത്തുള്ളവർ കേട്ട് അങ്ങനെ ഉസ്താദുമാരെ മുന്നിൽ KC ഉസ്താദ് ഉണ്ടായ സമയത്ത് KC ഉസ്താദിന്റെ മുന്നിൽ കൊണ്ടുവന്നത്രേ. അപ്പം കൂവി വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ആരോ പിടിച്ച് കൊണ്ടുവന്നു. ആരെ? KC ഉസ്താദിന്റെ മുന്നിലേക്ക്. അപ്പൊ KC ഉസ്താദ് ശകാരിച്ചു, അടിച്ച് ഒക്കെ കഴിഞ്ഞ് വിട്ടിട്ട് പിന്നെ നാട്ടുകാരൻ പോയതിനു ശേഷം കുട്ടിയുടെ റൂമിലേക്ക് KC ഉസ്താദ് കയറി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ. ഇത് അനുഭവസ്ഥം പറഞ്ഞതാ. എടാ, മനുഷ്യനാവണമെങ്കിൽ കൂവേണ്ടി വരും, അതൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. പക്ഷെ നാട്ടുകാർ കേൾക്കുന്ന കോലത്തിൽ കൂവരുത്. നന്ദി കൂടെ ട്രെയിന് പോവുമല്ലോ, ആ സമയത്ത് ഈ റൂമിൽ കയറിയാണ് കൂവിക്കണം. ആരും അറിയില്ല. വലിയ വർത്തനാണ് അത്. വലിയ വാക്കാ. അള്ളാഹു KC ഉസ്താദിനെ പുറത്തു കൊടുക്കട്ടെ. വലിയ വാക്കാ. അതായത് കുട്ടിയോടുള്ള ഈ കുട്ടിയെ അടിച്ചതിൽ ഈ നാട്ടുകാരൻ്റെ മുന്നിൽ അടിക്കല്ല നിർവാഹമില്ല. നാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ കൂവാന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയമാണ്, ഭയങ്കര സംഭവമാണ്. സത്യത്തിൽ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന വികാരത്തിൽപ്പെട്ടതാണല്ലോ എന്ത്. ഒന്ന് പറ അതൊക്കെ വേണ്ടേ മനുഷ്യന്മാർക്ക്. പക്ഷേ നാട്ടുകാർക്ക് ഇത് വലിയ സബുൽ മുബിക്കാത്താണ്. നാട്ടുകാർക്ക് കള്ളുടിക്കണേക്കാൾ മോശമാണ് എന്ത്, പള്ളിപ്പറമ്പെന്ന് കൂവാന്നുള്ളത് വലിയ വിഷയമാണ്. ചിന്തിക്ക്. അപ്പൊ എന്നതുപോലെ ഈ പറഞ്ഞതിൻ്റെ ആകത്തുകയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ രത്ന ചുരുക്കം കൊണ്ടുവരികയാണ്. ഞാനിവിടെ എന്നെ തെൻസീഹ് ചെയ്ത് സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞത്. അതല്ല എൻ്റെ വായന. പന്നി ഉള്ള കുന്നിൽ പന്നി മാന്യനാകണം, അല്ലെങ്കിൽ പന്നിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയില്ല. പന്നി പോലും അങ്ങനെയാണ്. നെൽമ്പൂർക്കാരുടെ ശൈലി ഞങ്ങൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടതുകൊണ്ടുള്ളൊരു വിവരം എനിക്കുള്ളതാണത്. വലിയ പാഠമാണ്. ഇതിനൊക്കെ പാഠമുണ്ട്. നമ്മൾ ഒരു നാട്ടിൽ ഖതീബാണെങ്കിൽ അവിടെ ഒരു നിസ്സാരമായ കാര്യവും നമ്മളെ മേൽ ആരോപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരിക്കണം. സ്റ്റാൻഡ് ക്ലിയർ ആയാൽ മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനം ഉണ്ടാക്കല്ല, പരിവർത്തനം ഉണ്ടാകുകയാണ്. പരിവർത്തനം ഉണ്ടാക്കല്ല, പരിവർത്തനം ഉണ്ടാവുകയാണ്. അതിന് ഒരു ഭാഷയും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുഞ്ഞീദ് മുസ്ലിയാർ എന്ന ബഹുമാനപ്പെട്ട നമ്മളെ നടുവണ്ണൂരിലെ ഖതീബിൻ്റെ വഫാത്തോടനുബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മനുഷ്യന്, ഈ നാട്ടുകാർക്ക് ഇത്ര വലിയ ആളാണെന്ന് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ ആളാ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഹിന്ദുവായ ആള് വരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്ന ഹിന്ദു കുഞ്ഞീദ് മുസ്ലിയാരെ എന്നല്ലേ പറയാ, കുഞ്ഞീദ് മുസ്ലിയാരെ വണ്ടി കയറ്റി കൊണ്ടുപോയി വളാഞ്ചേരിയിൽ പുരയിൽ ഇറക്കിയിട്ട് പോകുക. ഹിന്ദു എങ്ങോട്ട്? ഗുരുവായൂർ അമ്പലത്തേക്ക് തൊഴാൻ പോവുക. അപ്പോൾ അന്യ സമുദായക്കാരന്റെ മുന്നിൽ പോലും ഈ മനുഷ്യന്റെ ശഖ്സിയത്ത് എങ്ങനെയാ? ഈ മനുഷ്യന്റെ ശഖ്സിയത്ത് അന്യ സമുദായത്തിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? സ്വന്തം കണ്ടത്തിൽ നിറഞ്ഞാലേ താഴെ കണ്ടത്തിൽ നനവുണ്ടാവുള്ളൂ. ഞാൻ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ കർഷകരാണ്. നെല്ലുള്ള കണ്ടത്തിൽ നിറയണം, അപ്പോൾ നെല്ലില്ലാത്ത കണ്ടത്തിൽ നനവ് വരും.
നനവിനെ തടുക്കാനും കഴിയില്ല. വെള്ളത്തിനെ തടുക്കാൻ, നനവിനെ തടുക്കാൻ കഴിയില്ല. മനസ്സിലായില്ല? നനവ് തടുക്കാൻ കഴിയില്ല. എന്ത് തടുക്കാം? വെള്ളം വരമ്പിന്റെ സൈഡൊക്കെ ശരിക്കും കെട്ടും, വെള്ളം പോകാതിരിക്കാൻ. എന്നാലും ആര് പോകും? നനവ് മിനഹൈസു ഇന്നഹു നനവുൻ. നനവ് നിലക്ക് മൂപ്പർക്ക് ഹദ്ദില്ല. മനസ്സിലാകാൻ പറഞ്ഞത്? ഒഴിക്കാൻ പറ്റൂല. ഒന്നിലേറെ ഭാര്യമാരുള്ള ആളുകൾ ഭാര്യമാരുടെ അദില് ചെയ്യണമെന്നാണ്. ഈ അദിൽ എന്താണെന്ന് ഞാൻ പഠിച്ചു ഈ അടുത്ത കാലത്ത്. ഈ അദിൽ എന്താ? അദില് മബീത്താണ്, ഹുബ്ബല്ല. ഭാര്യമാരെ ഒരുപോലെ സ്നേഹിക്കുമെന്നല്ല, സ്നേഹം ഇൻഫിയാലാണ്, ഫിയലല്ല. വലിയ വർത്താനാണത്, വലിയ വാക്കാണ്. നിങ്ങൾ വളരെ ഇപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ നിങ്ങൾ ചിരിക്കാൻ തോന്നുമെങ്കിലും ഇത് ഇപ്പോഴല്ല, പിന്നെ ആലോചിക്കുന്നത്. ഇതിപ്പോൾ ആലോചിച്ചാൽ തീരില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഭാര്യമാരുടെ മബീത്തിലേ അതിലുള്ളൂ, സ്നേഹത്തിലേ അതിലില്ല. എന്തുകൊണ്ട്? സ്നേഹം കർമ്മല്ല, അത് ഒരു ഇൻഫിയാലാണ്, വന്നോ. മനസ്സിലാവും? എന്നതുപോലെ. അപ്പൊ എന്തുകൊണ്ട് അവിടെ ആ നടുവണ്ണൂരിലെ ഹിന്ദുക്കൾ മുഴുവൻ ഈ മനുഷ്യന്റെ ശഖ്സിയത്ത് മനസ്സിലാക്കി? നമ്മളെ ആളുകൾക്കിടയിൽ ആ മനുഷ്യന്റെ ശഖ്സിയത്ത് നിറഞ്ഞിട്ടുണ്ട്. എന്നാ ഈ മനുഷ്യൻ അത്ര വലിയ ഒരു എഴുതി പഠിച്ച് ഇങ്ങനെ ഖത്തീബാകണം, അങ്ങനെ ഖത്തീബാകണം, അതൊക്കെ എഴുതി പഠിച്ച ശാസ്ത്രമൊക്കെ ചിന്തിച്ച് അതിന്റെ MSR ഒക്കെ കിട്ടി അങ്ങനത്തെ ഒരാളാണോ? പറ. ഖത്തീബ് കോഴ്സിൽ പങ്കെടുത്ത ആളാണോ? അതുമല്ല, ഒന്നുമല്ല. പക്ഷെ ആള് ഒരു ബോർഡുണ്ട്, ഞാൻ വറസത്തുൽ അംബിയ അതിന്റെ പോയിന്റിലാണ് വെക്കണത്, ഞാനിവിടുന്ന് മാറാൻ പാടില്ല. അത് മതിയാവും. നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ കടിപിടി കൂടരുത്. ഒന്നാമത്തെ കാര്യമാണത്, നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ കടിപിടി കൂടരുത്. ഖദർ എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അതിൽ ഒരിക്കലും ഖദറിൽ ഒരു ജുഹദിന്റെ ആവശ്യമില്ല. ഖദറിൽ ജുഹദിന്റെ ആവശ്യമില്ല. കം ആഖിലിൻ ആഖിലിൻ അയത്ത് മദാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖ. മനസ്സിലായി? നിങ്ങൾക്ക് അറിയാലോ, ഒന്നും പണി ചെയ്യാത്തവന് എല്ലാം കിട്ടും. ഫുൾ ടൈം ആക്റ്റീവായ പണ്ഡിതൻ ചിലപ്പോ ഒന്നോട്ട് കിട്ടൂല. അത് ഖദറാണ്. അതല്ലതി തറക്കൽ ഔഹാമ ഹായിറതൻ വസയ്യറൽ ആലിമൻ നഹരിറ സിന്ദീഖ. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഖദർ നമുക്ക് കിട്ടും. അതിന്റെ നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ കടിപിടി കൂടുന്ന പ്രശ്നേ ഉണ്ടാകരുത്. അത് ഒന്നാമതായി. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് എൻ്റെ ഇപ്പൊ തൽക്കാലം ജ്യേഷ്ഠനായി മനസ്സിലാക്കുക. നിങ്ങൾ അനുജന്മാരാണ്, എൻ്റെ നമ്മളൊരു കുടുംബമാണ്. നിസ്സാരപ്പെട്ട ഒരു ശമ്പളത്തിന്റെ കാര്യത്തിൽ കടിപിടി കൂടരുത്. ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ നോട്ടത്തിൽ തന്നെ ശഖ്സിയത്ത് കമ്മിറ്റിക്ക് ബോധ്യപ്പെടും. പിന്നെ കമ്മിറ്റി സാധാരണക്കാരോട് വർത്താനം പറഞ്ഞാൽ വർത്താനം പറയില്ല. സാധാരണക്കാരോട് സംസാരിക്കും പോലെ ഖത്തീബിനോട് കമ്മിറ്റിക്കാരൻ സംസാരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ രാജിവെച്ചു പോകണം. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വളരെ അത് സൂക്ഷിക്കാനുള്ളത് നമ്മളിൽ ഉള്ളാണ്, ഒരു രഹസ്യമാണ്. എന്നാ ബിനഫ്സിഹി നമുക്ക് മാനസികമായ ചാബല്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. മനസ്സിലായില്ല? ബിനഫ്സിഹി നമ്മൾ മനുഷ്യനല്ലേ? നമ്മൾ നബിയാണോ? അല്ല. നബിമാരും ഔലിയാക്കളും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയോ? ഔലിയാക്കൾ തെറ്റിയും, നബിമാർ തെറ്റിയൂല. ഔലിയാക്കൾ തെറ്റ് ചെയ്യും, എന്നാലും വലിയനായിരിക്കും. ഔലിയാക്കളൊക്കെ തെറ്റ് ചെയ്യാൻ നടക്കാന്നല്ല പറയുന്ന വായന. അംബിയാൾ ഹളറത്തുൽ ഖുദ്സിലായിരിക്കും സദാസമയവും. ഹളറത്തുൽ ഖുദ്സിൽ നിന്ന് ഒരു സെക്കൻഡ്, ഒരു ലഹ്ള അവരുടെ റൂഹ് വിട്ടു നിൽക്കൂല. അപ്പോൾ ആ ഹളറത്തുൽ ഖുദ്സിന്റെ ആ ഒരു ഇനായത്തുണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും അവർക്ക് തെറ്റിലേക്ക് മാറാൻ കഴിയില്ല. അതുകൊണ്ട് അവർ മഅ്സൂമിങ്ങളാണ്. സദാ സമയം അവരുടെ മുന്നിൽ അള്ളാഹു, അള്ളാഹുവിന്റെ മുന്നിൽ അവർ. ഇതാണ് ഹളറത്തുൽ ഖുദ്സ്. എന്നാൽ ഔലിയാക്കൾക്ക് ഹളറത്തുൽ ഖുദ്സിൽ നിന്ന് ചിലപ്പോൾ ഖദൂറാത്തുൽ ഇൻസിയ, മാനുഷികമായ ചാബല്യങ്ങൾ വഴി ചിലപ്പോൾ അവർ പുറത്തു പോകും, വീണ്ടും തിരിച്ചു വരും. നമ്മൾ പുറത്തെ ആളുകൾ സദാ നിയമം പുറത്തായിരിക്കും.
ഹദറത്തുൽ ഖുദ്സിൽ നിന്ന്. ഔലിയാക്കൾ ഹദറത്തുൽ ഖുദ്സിലായിരിക്കും മിക്കവാറും നേരം. എന്നാൽ ഖുറൂജ് ഉണ്ടാവും. ആ ഖുറൂജിന്റെ സമയത്ത് അവർക്ക് കദുറാത്തുകൾ ഉണ്ടാകാം. ഈ പറഞ്ഞതിന്റെ വായന ഔലിയാക്കൾക്ക് പോലും സംഭവിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. മാനസികമായ ചാബല്യം നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഭരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നിസ്സാരപ്പെട്ട കാര്യത്തിന് കടിപിടി കൂടാനും പാടില്ല. അത് നിങ്ങൾ കണ്ടതെന്നാണ്, മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ കാര്യം. അതൊന്നാം. എന്നാൽ ഖദറെല്ലാം കിട്ടുകയും ചെയ്യും. നമുക്കിത് കേവലം തൊഴിലല്ല. എന്നാലോ നമുക്ക് മൈഷത്തുണ്ട്, അതുണ്ടാവണം, അത് ഉണ്ടാവും ചെയ്യും. ഇതാണ് പരിവർത്തനത്തിന്റെ ശഖ്സിയത്തുൽ ഫായിഖ, അദ്ദേഹത്തിന്റെ ഉന്നതമായ വ്യക്തിത്വം. അത് ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ആ ശഖ്സിയത്താണ് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ റസീലത്ത് അയാളിൽ നിന്ന് സംഭവിച്ചാൽ പോലും അവരെ പരിഗണിക്കൂല. അത് സാരല്ല, അങ്ങനെ വമ്പയ്ക്കാത്ത ആളാണ്, പിന്നെ എന്തോ സത്യം അറിയൂല, അങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി. മനുഷ്യന് അബദ്ധമൊക്കെ വരും. പക്ഷെ ശഖ്സിയത്തെ താഴ്ന്നു പോയ ആൾക്ക് പിന്നെ എത്ര വൽപ്പത്തരം കാട്ടിയാലും അവർക്ക് എത്തൂല. മുമ്പ് ഒരാളൊരു പെണ്ണ് കെട്ടിയിട്ട് പെണ്ണുങ്ങൾക്ക് ഇയാളോട് ഒരു ബഹുമാനമല്ല. അങ്ങനെ ഇത് ചങ്ങാതിയോട് പറഞ്ഞ്, നിന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നെ ഒരു ബഹുമാനം എന്തോ പറഞ്ഞാലും അനുസരിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, ഈ കാര്യം തീർക്ക്, ഇദ്ദ കഴിഞ്ഞിട്ട് ഞാൻ കെട്ടാം, എന്നിട്ടോളം ഞാൻ ഓളം എങ്ങനെയാണ് പെണ്ണ് ഞാൻ അവളെ പഠിപ്പിക്കാം, പിന്നെ കാര്യം നിർത്തി നിനക്ക് എന്നെ കെട്ടാം. അങ്ങനെ ഇവൻ കാര്യം തീർത്ത് ഇദ്ദ കഴിഞ്ഞ് മറ്റയാൾ കെട്ടി. ഇയാളൊരു കർഷകനാ. രാവിലെ പിന്നെ എന്താ പറയാ പുറത്തു പോയി പാടത്തൊക്കെ ഒന്ന് പോയി അരിവാക്കത്തിയും കൊണ്ട് പോയിട്ട് സൈഡൊക്കെ ഒന്ന് പരമ്പിന്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഒന്ന് പിന്നെ അങ്ങനെ കഞ്ഞൊടിക്കാൻ വേണ്ടി രാവിലെ വന്ന് നാക്കാലി പലകിട്ട് കഞ്ഞൊടിക്കാൻ വേണ്ടി ഇരിക്കുന്നിടത്ത് കത്തി അവിടെ വെച്ച് ഇയാൾ നാക്കാലി പലകിട്ട് കഞ്ഞി അവിടെ നിശം കഞ്ഞിയും കൊണ്ട് പെണ്ണുങ്ങൾ, പുതിയ പെണ്ണുങ്ങൾ പാഞ്ഞു വന്ന് കഞ്ഞിയും ഈ മീൻ ചുട്ടതും ഇങ്ങനെ വെക്കുന്നതോട് കൂടെ പൂച്ചൽ വന്ന് മീനിന്റെ അടുത്തേക്ക്. ഇയാൾ കൂളായിട്ട് എന്ത് ചെയ്ത് ആ കത്തി എടുത്തിട്ട് പൂച്ചനെ അവർ ഒട്ടാൻ ഓടിച്ച് അന്നാണ് നീക്കിയിട്ട് കഞ്ഞി കുടിച്ച് ഇതാ പോണെങ്കിലും ഇതോടുകൂടെ ഇപ്പോൾ പിടിച്ച് ഇതിപ്പോൾ പേടിച്ചു. പിന്നെ എന്ത് വിളിച്ചാ വിളിപ്പുറത്താ. അതിന് പറഞ്ഞേ എൻ്റെ പെണ്ണുങ്ങൾ നന്നായിട്ടുണ്ട്, ഞാൻ കാര്യം നിർത്തി ഇയാളെ കിട്ടിക്കോ. അങ്ങനെ കാര്യം നിർത്തി ഇതിൻ്റെ കയ്യിൽ നിന്ന് മറ്റാളെന്നെ തിരിച്ചു കിട്ടി. തെറ്റിയ ഉടനെ തന്നെ മൂപ്പര് എന്ത് ചെയ്യുന്നറിയോ, പിറ്റേന്ന് രാവിലെ പാർത്ത് പണിക്കൊക്കെ ഒന്ന് പോകാൻ തീരുമാനിച്ച് പാർത്ത് പണിക്കൊക്കെ പോയി അരിയാള് അതൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി ഉഷാറാക്കി. അങ്ങനെ വന്ന് രാവിലെ കണക്കാക്കി 10 മണിക്ക് നായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് പൂച്ചനെ ഒട്ടണമല്ലോ. അങ്ങനെ വന്ന് മൂപ്പര് കഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ കത്തി വെച്ചിങ്ങനെ കഞ്ഞിക്ക് ഇരിക്കുന്ന ഇടയില് കഞ്ഞി കൊണ്ടുവരും. മൂപ്പര് ഇങ്ങനെ കത്തിയും ഇങ്ങനെ പിടിച്ച് വിട്ടില്ല പൂച്ചനെ കാത്തിരിക്കുക. അപ്പോൾ പറഞ്ഞ് ഇത് ഇപ്പൊ വെട്ടിയിട്ട് കാര്യമല്ല, പണ്ട് വെട്ടേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. വളരെ ചിന്തിക്കണം. നമ്മുടെ ശഖ്സിയത്ത് എന്ന് പറഞ്ഞ വലിയ സംഗതിയാണ്. പിന്നെ പരിവർത്തനം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അത് ഒന്നാമതാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു പ്രബോധകന്റെ ബേസ് എന്ന് പറഞ്ഞാൽ നദാമത്താണ്, ഖേദം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. ഇതാണ് ദഅവത്തിന്റെ ബേസ്. എന്തിനാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 മാസം ഹിറാ ഗുഹയിലിരുന്നത്? എന്തിനാണ്? ആരാണ് ഈ മനുഷ്യനോട് ഹിറാ ഗുഹയിൽ ഇരിക്കാൻ പറഞ്ഞത്? ജിബ്രീൽ എന്ന് വന്നിട്ടില്ലല്ലോ. പിന്നെന്തിനാണ് ഈ മനുഷ്യൻ അത് ചെയ്തത്? മുഹമ്മദ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിന്തിക്ക്. അതെന്നെ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ബേസ് ഒന്ന് ശഖ്സിയത്താണ്, ഒന്ന് മുന്നിലുള്ളവൻ്റെ ശഖ്സിയത്ത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലോഡ് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ലോകത്ത് മുസ്ലിം സമുദായത്തിൽ ഒരാളില്ലാത്ത പ്രശ്നമാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഖുർആനുണ്ടല്ലോ, ഇല്ലാത്തത് ആരാണ്? ആളില്ല. ആളാണ്ട് വന്നാൽ ഒന്നും ചെയ്യണ്ട,
മൂക്കടുത്തായിട്ടും ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അതോടുകൂടെ നാടാകെ ഫത്ഹാവും. ഉറപ്പ്. ഒരു ഹൈ പേഴ്സണാലിറ്റിയുള്ള ഒരാളെ ലോകത്ത് കിട്ടേണ്ടതുണ്ട്. അതാണ് ഇമാം മഹ്ദി. ഇനി ഇമാം മഹ്ദിയെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇമാം മഹ്ദിയെപ്പറ്റി എന്താ ചോദിച്ചത്? ഫമാ സിലാഹുഹു യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന് ആയുധം എന്താവും എന്ന് നബി എന്ന് ചോദിച്ചു. അദ്ദേഹം അങ്ങോട്ട് വരുന്നതോടുകൂടെ ഏത് രാജ്യവും തകർന്നു പോകും, ഇസ്ലാമിന് വഴിപ്പെട്ടു പോകും എന്ന് ഹബീബ നബി പറഞ്ഞപ്പോൾ ഫമാ സിലാഹുഹു, അദ്ദേഹത്തിന് ആയുധം എന്താന്ന് ചോദിച്ചു സ്വഹാബികൾ. അപ്പോൾ പറഞ്ഞു അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന് വായനെന്താ? അദ്ദേഹം ദാക്കിറാണ്, അത്ര തന്നെ, ഒരായുധമല്ല. പക്ഷെ അദ്ദേഹം ഒരാളാണ്, എണീറ്റ് കാൽക്കാൻ പറ്റൂല. ഞാൻ ഒന്നാമത്തേലേക്ക് തിരിച്ചു വന്ന് വീണ്ടും പറഞ്ഞതാണ്, നമ്മൾ ആളായ ഒക്കെ നടക്കും, എല്ലാം നടക്കും. ഒരു സമൂഹം അനുസരിക്കപ്പെടും, നന്നാവും, ഒക്കെ പഞ്ചപുച്ഛ മടക്കി നിൽക്കും. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഒരു എണ്ണപ്പെട്ട ആലിമൊന്നുമല്ല. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എണ്ണപ്പെട്ട ഒരു ആലിമല്ല, ഫഖീഹുമല്ല. പക്ഷേ അദ്ദേഹം വ്യക്തികളിൽ കൊണ്ടുവന്ന പരിവർത്തനം ആർക്കും അടുത്ത കാലത്ത് സൊസൈറ്റിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഷഖ്സിയത്താണ്. ഒരു നിറഞ്ഞ ആലിമൊന്നുമല്ല, എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. എന്നാൽ അദ്ദേഹം ആലിമിൻ്റെയും മേലെയാണെന്ന് എല്ലാവരും അംഗീകരിക്കും. അദ്ദേഹം ഒരു നിറഞ്ഞ ആലിമൊന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞത് പോലും ഇഷ്ടമില്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ടാവും, ഉണ്ടാവും. ഞാൻ എന്തുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഷഖ്സിയത്ത്. ഒരാൾ ചൂള വിടൂല. അദ്ദേഹം ഒരു മജ്‌ലിസിലുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതേ കണക്കുള്ളൂ, ഒരാൾ അവിടെ ഇരിക്കൂല, ആപ്പിൾ എണീറ്റ് പോയിക്കോളും. കാരണം അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം ഒരു മജ്‌ലിസിലുണ്ടെങ്കിൽ വഅള് തുടരൂല, ബാങ്ക് കൊടുത്താൽ വഅള് നിർത്തിക്കോളും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നൂറുകണക്കിന് അനുഭവം, മൂക്കിലെ ശ്വാസം വിടുന്നത് പോലും സൂക്ഷിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഷഖ്സിയത്താണത്. അദ്ദേഹം അങ്ങനത്തെ വലിയ ആളാണെന്ന് അദ്ദേഹത്തെ അടുത്ത ആളുകൾക്ക് ബോധ്യപ്പെടും. എന്നാൽ അദ്ദേഹം വലിയൊരു ആലിമാണ്, അതൊന്നുമല്ല. അദ്ദേഹം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മനസ്സിലായോ? എൻ്റെ സ്റ്റാൻഡ് മനസ്സിലാക്കിയ ഒരാളാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ മോമിനീങ്ങളെ? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇത് നമ്മൾ അങ്ങനെ ഉണ്ടായി വരണം. ആയി വന്ന അവിടെ ഒരു പ്രശ്നമില്ല, ഓട്ടോമാറ്റിക് മാറും, എല്ലാം മാറും. വെയിലിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി UAE വാഗുവിന് എന്നിട്ട് അൽഐനിൽ ചെന്നപ്പോൾ നല്ല നല്ല മനുഷ്യന്മാരെ കണ്ടപ്പോൾ ചോദിച്ചത്രേ, എന്താ ഇവിടെയൊക്കെ വലിയൊരു മാറ്റം എന്ന്. ഇതിവിടെ സാധാരണ നാട് പോലെ അല്ലല്ലോ അൽഐനിലെ ജനങ്ങളെന്ന്. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ അത്തിപ്പറ്റ മൈനോട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതന്നെയാണ് കാരണം, ആ ജനങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം. അപ്പം ഇതൊന്നാമത്തെ നദാമത്താണ്. രണ്ടാമത്തെ കാര്യം നദാമത്ത് ശ്രദ്ധിക്കുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വന്നിരിക്കുകയാണ് 6 മാസത്തോളം. അവിടെ എങ്ങനെ ഇരിക്കും? ചിലപ്പോൾ ഉറങ്ങും, ഫയനാമു, ഉറങ്ങും, അങ്ങനെയൊക്കെയാണ്. ഫയതഅബ്ബദു, എന്തോ ഒരു ഇബാദത്ത് ചെയ്യും, പിന്നെ ഉറങ്ങും. ഉറക്കിൽ സ്വപ്നം കാണും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? ഇരിക്കാനുള്ള കാരണം സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ, വേണ്ടാത്തരങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ കഴിയണില്ല. എന്താണ് അതിനൊരു വഴി എന്നുള്ളത് ആ മഹാൻ അപ്പോൾ അറിയൂല. വഴി അന്ന് അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇങ്ങനത്തെ ഒരാൾക്കേ വെളിപ്പെടുത്തി കൊടുക്കൂ. ആ ആൾക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? സ്ഥാനം കിട്ടുന്നതിൻ്റെ നേരെ പിറ്റേന്ന് സ്വീകരണം ആലോചിച്ച് നടക്കുമ്പോൾ ആ സ്ഥാനം യഥാർത്ഥമായി ഉപയോഗിക്കാൻ കഴിയില്ല. പണിയെടുക്കുന്നവന് സ്വീകരണത്തിന് പോകാൻ നേരം ഉണ്ടാവില്ല. സ്വീകരണത്തിന് നടക്കണം, പണിയെടുക്കില്ല. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഇന്നെ കൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കേണ്ടി വരും.
ഒന്നും വിചാരിക്കരുത്, അർത്ഥം വെക്കരുത്, അർത്ഥം മാറി വെക്കരുത്. ഇനി മാറി വെച്ചാലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നേരാണ്. ഞാനിത് സത്യം പറയാണ്, സത്യം പറയാണ്. ഓൺ ഡ്യൂട്ടിയിലുള്ള ഒരാൾക്ക് അങ്ങനത്തെ കാര്യത്തിനൊന്നും കഴിയില്ല, ഒന്നും കഴിയില്ല. എന്താ കാര്യം? നദാമത്ത്. അപ്പോൾ പിന്നെ വഴി ഉണ്ടാക്കി തരേണ്ടത് നമ്മളല്ല. ആരാണ്? അല്ലാഹുവാണ്. എൻ്റെ ഭാര്യ ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് പോവുക എന്ന്. അതായത് പൈസ ഇല്ല നാട്ടിൽ എന്ന്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ്, എനിക്ക് ഉടനെ കിട്ടിയ മറുപടി, പെണ്ണെ ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാവരും ആത്മാർത്ഥമായി പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവും. നരേന്ദ്രമോദി വരെ പിടിച്ചെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? മനുഷ്യർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭരണിയിൽ അകപ്പെട്ട ഉറുമ്പിനെ പോലെയാണ്. ഒരു ഭരണിയിൽ അകപ്പെട്ട ഉറുമ്പ് ഇങ്ങനെ നടന്ന് മേലേക്ക് കയറും. അപ്പോൾ നോക്കുമ്പോൾ നല്ല റബ്ബർ ഇട്ടിട്ട് മൂടിയുടെ മേൽ റബ്ബർ വരെ ചുറ്റി വളരെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്ത് മൂടി? ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ മഹേസ് രക്ഷപ്പെടാൻ പഴുത് ആർക്കില്ല, ഉറുമ്പില്ല. ഉറുമ്പ് ഇങ്ങനെ മണിക്കൂർ കണക്കിന് ഇങ്ങനെ നടക്കും, കുഴങ്ങും. എന്നാൽ ഭരണിക്കാരൻ ഭരണി നോക്കിയിരിക്കുന്നുണ്ട്. ഭരണിക്കാരൻ എന്തേ ഉള്ളൂന്നറിയോ? ആ ഭരണിയുടെ മൂടി ഒന്നിങ്ങനെ ചെരിച്ചു വെച്ചാൽ 70,000 ഉറുമ്പുകൾക്ക് ഒരേ സമയത്ത് കിടക്കാം. മനസ്സിലായോ നിങ്ങൾക്ക്? പഴുതില്ലാത്തത് ആർക്ക് മാത്രമാണ്? ഉറുമ്പിനാണ്, ആർക്കല്ല. ഉടമക്കാരനെ, ഭരണിയുടെ ഉടമക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? പഴുത് അടഞ്ഞിട്ടേ ഇല്ല. പഴുതൊരു കാലത്തോട്ട് അടയൂല്ല. സമൂഹം എങ്ങനെ മാറും എന്നതിനെ നമ്മൾ ബേജാറാകണ്ട. വഴി ആരുണ്ടാക്കി തരും? അല്ലാഹു. പിന്നെ നമ്മൾ നന്നായാൽ മതി. നീനവ എന്ന നാട്ടിലേക്ക് യൂനുസിനെ അയച്ചു അലൈഹിസ്സലാം. യൂനുസ് 9 കൊല്ലം ആ നാട്ടിൽ പ്രബോധനം നടത്തി. 2 നന്നായി. 1,00,000 ജനങ്ങളിൽ. എത്ര? നീനവ എന്ന നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ആരെ? യൂനുസിനെ, നബിയുല്ലാഹി യൂനുസിനെ അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാം പ്രബോധനം നടത്തിയിട്ട് ആ നാട്ടിൽ 9 കൊല്ലം കൊണ്ട് നന്നായത് 2 അപ്പോൾ ദേഷ്യപ്പെട്ട് യൂനുസ് ഇറങ്ങിപ്പോന്നു അലൈഹിസ്സലാം. യൂനുസ് ഇറങ്ങിപ്പോന്നതിന്റെ നേരെ പിറ്റേന്ന് അള്ളാഹു ആ നാട്ടുകാർക്ക് മൊത്തം ഹിദായത്ത് കൊടുത്തു. 1,00,000 ആളുകൾ മുഅ്മിനായി. പിന്നെ അവർ നാടാകെ ഓടാൻ തുടങ്ങി. യൂനുസ് എവിടെ, യൂനുസ് എവിടെ? യൂനുസ് വരെ നന്നാവിലാർന്ന് പോവുകയും ചെയ്തു. ആ യൂനുസാണ് പിന്നെ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ചാടിയത്. ആ യൂനുസാണ് പിന്നെ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ അവർ കാത്തിരിക്കുക. ഒരു ആട്ടിടയൻ യൂനുസിനെ മരുഭൂമിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അലൈഹിസ്സലാം. തിരിച്ചു വരുമ്പോൾ ഈ ആട്ടിടയൻ ആ നാട്ടിൽ പോയി, യൂനുസ് ഞാൻ മരുഭൂമിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടുകാര് പൊന്നും പണവും കൊണ്ട് മഹാപാരിതോഷികം കൊടുത്തു. ആർക്ക്? ആട്ടിടയന്. യൂനുസിനെ കണ്ടല്ലോ. നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് ആ യൂനുസിനെ കാണിച്ചു കൊടുത്ത ആട്ടിടയന് മഹാ ആയുസിൽ ജീവിക്കാനുള്ള മൊത്തം പാരിതോഷികം കൊടുത്തു. ആര്? ഈ നാട്ടിൽ. ഈ നാട്ടിൽ ഇപ്പൊ കാഫിറേ ഇല്ല, ഒക്കെ ആരാണ്? മുഅ്മിന. വലിയ രസമുണ്ട് കാര്യം. വേറെ പറഞ്ഞിട്ട് നന്നായത് 2 വേറെ അവിടെ നിന്ന് പോയപ്പോൾ പുറത്ത് പറയണ്ട, പുറത്ത് പറയേണ്ടത് വസ്തുതയാണ്. വേറെ അവിടെ നിന്ന് പോയപ്പോൾ 1,99,998 ആള് നന്നായില്ല. വേറെ പോയപ്പോഴോ പറ എല്ലാം നന്നായി. ഇതെന്റെ അള്ളാഹിന് പാടാണ്. ഇത് നന്നാക്കാൻ നമ്മൾ ആവശ്യം അള്ളാഹു തആലക്ക് ഇല്ല. നമ്മൾ നന്നായാൽ മതി. നമ്മൾ ഒരു നാട്ടക്കുറ്റിയാണ്. ഞങ്ങൾ ഖത്തീബന്മാരെ ഉത്തരവാദിത്തം 10 കൊല്ലം പറയാൻ പറഞ്ഞാലും ഇതേ പറയുള്ളൂ. ബാക്കിയൊക്കെ വെറും വർത്താനാണ്. എന്ത്? നിങ്ങൾ ആ കോഴ്സ് നടത്തി, നിങ്ങൾ ഈ കോഴ്സ് നടത്തി, മറ്റേ ആർട്സ് നടത്തി, മറ്റേ പോർട്സ് നടത്തി. മനസ്സിലായില്ല? ആർട്സും കോഴ്സുകളും എല്ലാം നടത്തിക്കോളും, പണി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. പക്ഷെ മർമ്മം അതൊന്നല്ല. ഈ ആർട്സുകളും കോഴ്സുകളും തുടങ്ങുന്നതിന് മുമ്പ് ഒരു ജനത്തെ മുഴുവൻ ഇവിടെ നന്നാക്കിയ അള്ളാഹുവിന്റെ മുത്തക്കൈകളായ ഖത്തീബന്മാർ കഴിഞ്ഞു പോയ മണ്ണാണിത്.
അവർക്ക് ആടുസും അറിയില്ല, കോഴ്സും അറിയില്ല. നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളൊന്നും വിചാരിക്കരുത്. കോഴ്സുകൾ തെറ്റാണെന്ന് ഈ പറയുന്ന മാനല്ല. എന്തൊക്കെ കോഴ്സാണ് ഇയാൾ പറയാൻ പോകുന്നത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ മുക്കം കൊണ്ടിരുന്നത്. എന്റെ കയ്യിൽ കോഴ്സുമില്ല, ആടുസുമില്ല, പോത്തുസുമില്ല. എന്റെ കയ്യിലുള്ളത് ഞാൻ നന്നായി അവതരണം. എന്നെ പറ്റിയ അഭിപ്രായങ്ങൾ മമ്പാടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അമ്മോട്ട് ഞാൻ പറഞ്ഞ സ്വീകരിക്കും. ഒരു പെണ്ണ് ഞാൻ കെട്ടിച്ച്, ഇപ്പൊ ഇക്കഴിഞ്ഞ ആഴ്ച ഉണ്ടായൊരു പ്രശ്നം. ഒരു പെണ്ണിനെ മഹലിനെ കെട്ടിച്ചപ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവ് ആ രാത്രി ഇവളോട് പറഞ്ഞ് എനിക്ക് അല്ലാഹുവിനും റസൂലിനൊന്നും വിശ്വാസമല്ല. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? അങ്ങനെ അത് പുതിയാപ്പള. നമ്മളെ ഇടയിലുള്ള ജനങ്ങളെ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ വളരെ ചിന്തിക്കണം. ഇപ്പം ജബ്ബാറിൻ്റെ ആളാ. ആ പേര് നല്ല ഉഷാറാ. ദബൈത്തൊക്കെ കബിൽത്ത് മിക്ക നിക്കായൊക്കെ സ്വലാത്തൊക്കെ ചൊല്ലി വാങ്ങിയതാ. രാത്രി പെണ്ണിനെ ഒറ്റ കിട്ടിയപ്പോൾ എന്ത് പറഞ്ഞേ? എനിക്ക് അല്ലാഹുവിനും വിശ്വാസമല്ല, റസൂലിനും വിശ്വാസമല്ല. ഈ പെണ്ണ് അതിരാവിലെ നേരെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത്, അപ്പോൾ വീട്ടുകാർ പറഞ്ഞ് ഉസ്താദിനോട് ചോദിക്കാം. ഉസ്താദ് എന്താ പറഞ്ഞത്? അങ്ങനെ ചെയ്യാം. ഞാൻ സ്ഥലത്തില്ല, ഞാൻ തമിഴ്നാട്ടിലാണ്, വിളിയോട് വിളി. അപ്പം എന്താ പ്രശ്നം? ഒരു രാത്രിയോ കഴിഞ്ഞ് ഇനിയും വൈകുന്നേരമായ രാത്രി വരാൻ പോവാണ്. എന്താ ചെയ്യേണ്ടത് പറയണം. എങ്ങനെയോ അള്ളാൻ്റെ തോഫീക്കിനാൽ ഫോണ് കിട്ടി. അപ്പോൾ ഞാൻ തൽക്കാലം അവളെ കൂട്ടിക്കൊണ്ടുവന്നാലും ഞാൻ വരട്ടെ, ഞാനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ച് നോക്കിയപ്പോഴും പറഞ്ഞു നന്നാകാം, പക്ഷേ എനിക്ക് കുറേ സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സംശയമൊക്കെ പിന്നെ തീർക്കാം, അത് നമ്മളെ കുട്ടീൻ്റെ കാര്യം ഇജ് നന്നാകെ, ഇജ് നാശാകെ, ഇജ് എന്തോ ചെയ്യ്, ഇജ് കുട്ടീൻ്റെ തീരുമാനമാണ് തരിക, അല്ലെങ്കിൽ തീരുമാനം ഞാൻ ഉണ്ടാക്കും. എനിക്ക് എൻ്റെ തീരുമാനത്തിൻ്റെ ആവശ്യമില്ല, ഇജ് കാഫറാണ്. മനസ്സിലായോ പറഞ്ഞത്? അതവിടെ തീർന്ന് ഞാൻ വർത്താനല്ല. മാല്യരോട് അപ്പുറത്തെ മാല്യരോട് പറഞ്ഞു ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേറെ വർത്താനം ഒരിക്കും പറയാനില്ല. ഇതിൻ്റെ അർത്ഥം ഞാൻ മഹാനാണ് നല്ല ഒരിക്കലല്ല. ഞാൻ മമ്പാട്ടിൻ്റെ 16 കൊല്ലത്തെ ഖതീബാണ്. ഒരു ചൂണ്ടൽ എന്നെപ്പറ്റി ഒരു പറയാനില്ല. എന്നാൽ എനിക്ക് മുമ്പ് പോയ ഖതീബിനെ പറ്റിയും ഞാൻ പറയാം. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. നാട് നാശാക്കി പോയതാ. തൊട്ടടുത്ത പള്ളിയുടെ അടുത്തുള്ള ഒരു കുടുംബവുമായുള്ള ബന്ധങ്ങൾ നാശായി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പുച്ഛിച്ച് കാർക്കിച്ച് തുപ്പുന്നിടത്തേക്കാണ് ഞാൻ ഖതീബായി പോയത് മമ്പാട്ടേക്ക്. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഞാൻ കൂടുതൽ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു നമ്മുടെ നാട്ടുകാരൊക്കെ ഇവിടെ ഒക്കെ എൻ്റെ നാട്ടുകാരാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ അള്ളാഹു നമ്മൾക്കൊക്കെ നാഫിയായ ഇൽമിനെ തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇത് വളരെ മർമ്മാണ് നമ്മുടെ ശഖ്സിയത്ത്. പിന്നെ നമുക്ക് ആത്മാർത്ഥമായി സമൂഹം നന്നാകണം എന്നതിന് ആത്മാർത്ഥത വേണം. പിന്നെ ഇൽമിനെ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞുപോയി. ഖതീബ് മുൽഹമായിക്കുന്ന എൻ്റെ വിശ്വാസം ഇൽഹാമുണ്ടാവും. ആത്മാർത്ഥമായ ഖതീബ് മുൽഹമായിക്കും. ഉറപ്പ് ഖതീബിന് ഇൽഹാമുണ്ടാവും. അയാൾ വലിയൊന്നും ആണ്ടയില്ല, അയാൾ സ്ഥാനം വലിയൻ്റെ സ്ഥാനമാണ്. ഇങ്ങോട്ട് നോക്ക്. അതായത് അവസരോചിതം. അദ്ദേഹം മുഖ്ലിസായാൽ മതി. അദ്ദേഹം ആരായിരിക്കും? മുൽഹമായിരിക്കും. ഈ ഹസൻ മുസ്ലിയാർ വയല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വയല് മുഖ്ലിസാണെങ്കിൽ മുൽഹമാണ്, ഇൽഹാമുണ്ടാവും. ആരാവണ്ടയില്ല, വലിയാവണ്ടയില്ല. ഒരു വയലേ മനസ്സിലായില്ല. ഉദാഹരണം നാട്ടിക മുസ്ലിയാർ ചോദ്യത്തിന് അപ്പുറത്തിന് മറുപടി അറിയും. അത് വലിയ വിവരമല്ല, പകരം ചെയ്യുന്നതിലുള്ള ഇഖ്ലാസാണ്. നമ്മൾ ഓതിയ കിതാബെന്നെ നാട്ടിക ഓടിയിരുന്നത്. എവിടുന്ന് ഈ മനുഷ്യത്ത് പറഞ്ഞു നമ്മൾ അത്ഭുതപ്പെടുകയാണ്. നാട്ടിക പോലും പറഞ്ഞു കഴിഞ്ഞിട്ടാവും എന്താന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിന് കാരണം എന്താ? ഇഖ്ലാസ് അല്ലാതെ എന്താ? അവിടെ നിങ്ങൾ കണ്ടോ ഒരു സ്ഥലത്ത് അലം തറ ഹാജ ഇബ്രാഹിമ ഫീ റബ്ബി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക് എന്നൊരായത്തുണ്ടല്ലോ. ഹാജ ഇബ്രാഹിമ ഫീ റബ്ബി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. ആ ആയത്തൊന്ന് ഓതി ഒരാൾ. ആയത്തിലെ ലാസ്റ്റ് എന്താ? വല്ലാഹു ലാ യഹ്ദിൽ
ഖൗമൽ ളാലിമീൻ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അൽ ബഖറ 257 മറ്റോണ് ആയത്ത്. ഒന്നോടി കുട്ടി, നിങ്ങൾ ആ ആയത്തൊന്നോടി ദയവായിട്ട്. അവിടെ ലാസ്റ്റ് വാക്ക് ഇയാൾ ഉത്തരം മുട്ടാണ്. ആരുടെ മുന്നിൽ? ഇബ്രാഹിമിന് മുന്നിൽ. ഈ ആയത്ത് ഉപസംഹരിക്കുന്നത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവസരോചിതം പറയേണ്ടത് പറയാൻ ആർക്ക് കഴിയില്ല? ളാലിമിന് കഴിയില്ല എന്നാ അതിൻ്റെ നേരമായന. ഞാൻ ഈ ആയത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആലോചിക്കലുണ്ട്. എനിക്ക് ഈ ആയത്ത് ഇങ്ങനെ ഓടുമ്പോൾ ഇങ്ങനെ ആലോചിക്കും. 1-ാം റൗണ്ടിൽ ഇബ്രാഹിം നബി പൊട്ടുന്നുണ്ട്. 1-ാം റൗണ്ട് പൊട്ടി. അതായത് ഞാൻ അള്ളാഹുവാണ് മരിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവനെയാണോ? അപ്പോൾ ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു? അല്ല, അയാൾ എന്ത് പറഞ്ഞു? ഞാനും മരിക്കുകയും ജീവിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണോ? ഒരാളെ ജയിലിലുള്ള 2 ആളെ കൊണ്ടുവന്ന് ഒരാളെ കൊല്ലാൻ പറഞ്ഞ് ഒരാളെ വെറുതെയും വിട്ട്, അപ്പം ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും മരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഇബ്രാഹിം നബി പറയുന്നത്, എൻ്റെ റബ്ബാണ് കിഴക്കുന്ന സൂര്യനെ പടിഞ്ഞാട്ട് കൊണ്ടുവരുന്നത്, നജ്ജൊണ്ട് കൊണ്ടുവരുന്നു. എനിക്ക് തോന്നാറുണ്ട് ചില നേരത്ത് ഇത് അയാളാണ് പറഞ്ഞിരുന്നെങ്കിലോ. വേറെ ഇവിടെ തെളിവൊന്നുമില്ലല്ലോ. അള്ളയാണ് കൊണ്ടുവരുന്ന തെളിവെന്താ? നിങ്ങളിവിടെ ഇല്ലല്ലോ പഠിച്ചോണേ. അയാള് രാജാവ് ഉടനെ പറയാണ്, എന്ത് നീ ഇന്ന കണ്ടോ? ഞാൻ അത് മാത്രമൊന്നുമല്ല കാട്ടുക, ഞാനാണ് സൂര്യനെ, ഞാൻ കൽപ്പിച്ചാണ് സൂര്യൻ രാവിലെ കിഴക്കുന്ന് പടിഞ്ഞാട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്ജിസത്തെങ്കിലും കാണിച്ചു കൊടുക്കേണ്ടി വരും. ആർക്ക്? ഇബ്രാഹിമേക്ക്. അതല്ല, പടിഞ്ഞാട്ട് ഞാൻ അങ്ങോട്ട് കറക്കാം, അവിടെ പൊട്ടുള്ളൂ. ഇത് 1-ാം റൗണ്ടിൽ വർത്താണ്ട് 2 റൗണ്ട് പൊട്ടിപ്പോയി. എന്തുകൊണ്ട്? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ വലഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി ളുൽമുൻ. ഖതീബാകാൻ യോഗ്യത അല്ലാത്തവൻ ഖതീബാകുക. ദുന്യാവിനെ തേടി നടക്കണവരും പെണ്ണുങ്ങളെ ഭ്രാന്തുള്ളവനും ഇങ്ങനെ തോന്നിയാസത്തിന്റെ ആളുകളും ഇവരൊക്കെ മനസ്സിലായോ? അവരൊക്കെ ആ സ്ഥാനത്ത് കയറി കുത്തിരുന്നാൽ അവർക്ക് പറയേണ്ടത് പറയാൻ കഴിയൂല. വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, ഞങ്ങളുടെ മഹലിന്റെ പ്രധാനപ്പെട്ട മുഖ്യ രക്ഷാകാരി, ഓൾ ഇൻ ഓൾ. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ അയാള് തബ്ലീഗായി, കുറച്ച് താടിയൊക്കെ നീട്ടി, അടുത്ത് ബിലിയായി. നാട്ടുകാരൊക്കെ ബേജാറായി. എന്നാലിന്ന ആൾ എന്തായിട്ടുണ്ട്? നാട്ടിലെ നെടുന്തൂൺ ആയ ആൾ എന്തായി? തബ്ലീഗായി. അപ്പോൾ ഞാൻ പ്രസിഡന്റ് പറഞ്ഞ് കമ്മിറ്റിയോൻ വിളിക്കുന്നതാണ്. കമ്മിറ്റിയോൻ വിളിച്ച് അപ്പോൾ പറഞ്ഞ്, കമ്മിറ്റിയോട്ട് കൂടിയപ്പോൾ പറഞ്ഞ്, ഇത് സമസ്തയുടെ പള്ളിയാണ്, ഇജ് അതിൻ്റെ പുറത്താണ്, അതുകൊണ്ട് അവൻ്റെ പേരാണ് കുട്ടികളാണ്, ഇവൻ പോയിക്കോ, ഇജ് പോയിട്ട് വേണം ഞങ്ങൾക്ക് യോഗം കൂടാനാണ്. അല്ല എന്ന് പറയാൻ ഒരാളുണ്ടാവില്ല. ഖതീബിൻ്റെ സ്ഥാനം പുറത്തോട് പോയി. അതോടുകൂടെ അതവിടെ പോയിട്ട് 2-ാമത്തെ ഒരാൾ തബ്ലീഗായില്ല. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇവനെ നമ്മളാണ് പൂജിച്ചാൽ പിന്നെ അങ്ങനെ കൊണ്ടുവരും. പിന്നെ നമ്മളില്ലാത്ത നോട്ടീസും ബാറോലി അങ്ങനെ വായിക്കലാണോ? പിന്നെ അതിന് നമ്മൾ അമീദ് വൈസിനും മറ്റും വാദപ്രതിവാദത്തിന് കൊണ്ടുവരണം. ഇതൊന്നും ആവശ്യമില്ല. ഇത് പറഞ്ഞ് തബ്ലീഗ് മറ്റേ ഞങ്ങള് അത്തയ്യാത്തില് മറ്റേന് തെളിവുണ്ടോ? നമുക്ക് അത്തയ്യാത്തും ആറയ്യാത്തൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ പുറത്ത് പോ, എന്നിട്ട് പുറത്ത് സ്റ്റേജ് ഇട്ടി പറയാം, അന്ന് ഞാൻ വരാം. ഈ പള്ളി തന്നെ പറ്റൂല, ഇത് താമസക്കാരോ അല്ല, പുറത്തു പോകണം. ആരാണ് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വലിച്ചാണ്ടിടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ നിൽക്കേണ്ട സ്റ്റാൻഡാണ് നിന്നാൽ അനങ്ങൂല. ഒന്നിനും അള്ളാഹുവിന്റെ സത്യത നമുക്കൊരു വഴിയുണ്ട്. ആ വഴിക്കെതിരെ അവൻ ആരായാലും, ഒറ്റ കൊമ്പനായാലും ഒറ്റ പോലാളി ആയാലും നമ്മളെ സ്മാലിന്റെ ജീവനാടിയായാലും എന്ത് തരുണവനാണെങ്കിലും സുന്നത്ത് ജമാഅത്തിനെതിരാണ് കണ്ടാൽ ഓനെ പൂജിക്കരുത്, ഓനെ കയ്യിൽ നിന്ന് ഉറുപ്പിട്ടും അത് നോക്കരുത്. റസാഖാരാണ്, ഇറങ്ങണ പുറത്ത്. ഇത് സമസ്തന്റെ ഉള്ളിയാ, പുറത്താണ് കഴിഞ്ഞ് ഭർത്താനല്ല. ഇത് പുറത്തിട്ടപ്പോലെ അൽഹംദുലില്ലാഹ് അത് പുറത്താണ് പോയി. ഇപ്പൊ എല്ലാവരും പറഞ്ഞു അൽഹംദുലില്ലാഹ്. അതിന്റെ ശേഷമാണ് ഇപ്പൊ നമുക്ക് മഹല്ലൊന്നും ഉഷാറായത്. എല്ലാവരും പിന്നെ ക്രമേണ
ഇത് ഇനി എന്താ ഉണ്ടാകുക എന്ന് പറഞ്ഞാലൊക്കെ പോയത് നന്നായി എന്ന് പറഞ്ഞു. നേരെ മറിച്ച് അത് മൂപ്പരല്ലേ നമുക്ക് തൽക്കാലം ഒന്ന് ഉപദേശിക്കാന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഓരോരുത്തർക്കും കമ്മിറ്റിക്കാർക്ക് താടി ഇങ്ങനെ കൂടെ തുടങ്ങും. ഇത് അങ്ങനെ തന്നെയല്ലേ പോയല്ലേ? അല്ലെ അങ്ങനെ തന്നെയല്ലേ? എന്താ എടുത്തിടണം അള്ളാന്റെ വള്ളിയല്ലേ? അള്ളാന്റെ വള്ളിയല്ലടാ, അവസ്ഥന്റെ വള്ളിയാണ്, കുറച്ചുകൂടാ. അള്ളാന്റെ വള്ളിയല്ലേ? അള്ളാന്റെ വള്ളിയല്ലടാ, അവസ്ഥന്റെ വള്ളിയാണ്, പുറത്തിറങ്ങുക. അതന്നെ വർത്തനല്ല. അത് നമ്മൾ നിൽക്കും. ഇല്ലെങ്കിലോ ജനൽവാദന്റെ അപ്പുറത്ത് ആൺകുട്ടികളുണ്ട്, പലിശ കിട്ടും, ആണിക്കാടിയ കിട്ടും. പിന്നെ അത് നല്ലയാൾക്ക് പോകൂല, അങ്ങാടിയാണ് വഷളാവും. അതന്നെ ഒന്നും അനങ്ങിയില്ല. അപ്പൊ വളരെ നമ്മൾ ചിന്തിക്കണം. എന്നല്ല, ലോകത്തെ ഏറ്റവും അഫ്സഹുൽ അറബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മൗലവിമാരെ നിങ്ങൾ നന്നാക്കിയെന്നല്ല, ഇദാ സ്വലഹ സ്വലഹ الناس كلهم وإذا فسدا എന്നല്ല, وإذا فسدا فسد الناس كلهم العلماء والأمراء العلماء والأمراء. ഈ ചങ്ങാതിയെ ഞാൻ വിളിച്ചെഴുതി. ആരെ ഈ പറഞ്ഞ ആരെ? അല്ല, അതല്ലേ നമ്മളെ ഇടക്ക് പറഞ്ഞല്ലോ ഒരു നിരീശ്വരവാദി. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോ അങ്ങനെ ഉരുളാണ്. അപ്പൊ അതിനിടയിൽ ഇവൻ എന്നോട് പറയാം, എന്റെ സിമ്പതി കിട്ടാൻ വേണ്ടി ആയിരിക്കാം. ഇവൻ പറയാണ്, AP അബൂബക്കർ മുസ്ലിയാര് മുടി വിട്ട വെള്ളം വിറ്റല്ലോ, അപ്പോൾ പണ്ഡിതന്മാരെന്നെ എങ്ങനെ ദീനിനെ വിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ യുക്തിവാദിയായത്. അപ്പൊ ഞാൻ പറഞ്ഞു, പമ്പര വിട്ടിയേ, ദിശാലിനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളാരും ഇങ്ങനെ ആയില്ലല്ലോ. മനസ്സിലായില്ല? അപ്പൊ എന്റെ സിമ്പതി കിട്ടാൻ വേണ്ടി പറയാണ്. എന്ത് AP ഒരു കുറ്റാണ് പറഞ്ഞാൽ പിന്നെ എന്റെ സാരല്ല കുട്ടിയെ, എന്നാ ഈ പെണ്ണിനെ കൊണ്ട് പോയിക്കോ. ഞാൻ പറഞ്ഞ ഇയാൾ വെള്ളമല്ല, അതിന്റെ അപ്പുറം വിറ്റ എനിക്കറിയും. എന്നറിയാം, നമ്മളാരും ഒന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ നിൽക്കുക. ഇലാ സ്വലഹ, ഈ രണ്ട് കൂട്ടരും നന്നായാൽ, അൽ ഉലമാ വൽ ഉമറാ, രണ്ട് കൂട്ടരും ഇലാ സ്വലഹ. പിന്നെ ഈ ഉമറാക്കളുടെ കാര്യം പറയാം. ഉമറാക്കൾ നന്നാകണമെങ്കിൽ ആര് നന്നാകണം? ഉലമാ നന്നാവും. അവരെ നേലാണ് ഉമറാ. വല്ല ജാഹിലൂന ലിഅഹ്ലിൽ ഇൽമി അദാഉ. വളരെ നമ്മൾ ചിന്തിക്കണം. അവരെ നമ്മളുടെ ശഖ്സിയത്തും ദീനും മനസ്സിലാക്കിയാൽ ഓട്ടോമാറ്റിക് ആ വഴിക്ക് വന്നിട്ട് ആ ത്വരീക്കിലാണ് ചേരും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അത്ര തന്നെ. അപ്പൊ നമ്മളെ സ്റ്റാൻഡ് ശരിക്കും മനസ്സിലാക്കണം എല്ലാവരും. അത് നമ്മൾ ആകേണ്ട ഒരാളായാൽ, എൻ്റെ നാട്ടിൽ നിന്ന് ദരിദ്രമായ ഒരു നാടിൽ കെട്ടിപ്പടുത്ത ആളാണ് KT മാനു മുസ്ലിയാർ. എൻ്റെ മൂത്തേടത്ത് നിന്ന് KT മാനു മുസ്ലിയാരെ കരുവാരുണ്ടെങ്കിൽ 35 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ മാനു മുസ്ലിയാർ മരിക്കുന്നത് വരെ, മാനു മുസ്ലിയാർ മരിക്കുന്നത് വരെ നമ്മളെ ഒരാളെ കണ്ടാൽ രാവിലെ പീടിയൻ്റെ അവിടെ വന്നൊരു പള്ളിൻ്റെ അവിടെ വന്ന് മൂത്രം പാക്കാൻ കുറച്ച് ആളുകൾ ഇറങ്ങി ഒന്ന് പിന്നെ മൂത്രിച്ച് വണ്ടി കയറുമ്പോൾ നമ്മൾ ആ വഴിക്ക് പോകുന്നു. എന്തേ നിങ്ങൾ എവിടെ നിന്ന് വരിക? ഞങ്ങൾ മോലിയിലെടുത്ത് പോയി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ മാനുവെടുത്ത് ഉയരുന്ന പോകുമ്പോ ഞങ്ങളൊന്ന് മോലിയെ കണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ആയിരക്കണക്കിന് മൂല്യന്മാരുണ്ടേനും തിരിഞ്ഞിട്ടില്ല. മൂത്തേടത്തിന്റെയും കരുവാരുണ്ടിന്റെ ഇടയില് ആയിരക്കണക്കിന് മൂല്യന്മാരുണ്ട്. എന്നാലും ഞാൻ മൂലയെടുത്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാറി മനുഷ്യന്മാരെ മോനെടുത്ത് പോകാന്നാണ്. ഞാൻ മോലയെടുത്ത് വരികയെന്ന് പറഞ്ഞാൽ അത് എന്തേ? അത് കാമില റജുല, ആൺകുട്ടിയാ. മനസ്സിലായ പറഞ്ഞത്? അവിടെ കണ്ടായ എല്ലാവരും വരും, ഒക്കണ് വളയും. നമ്മളെ പണിയെടുത്താൽ എല്ലാവരും വളയേണ്ടി വരും. അവര് ആരായാലും വളയേണ്ടി വരും. അത് സ്വാഭാവികമായും വളഞ്ഞല്ലോ. ഭൂരിപക്ഷമായ കുഫർ ഇല്ലാതായി, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർ ന്യൂനപക്ഷമായി, പിന്നെ ഒന്നല്ലാതായി. ഹബീബായ മുഹമ്മദ് മുസ്തഫ, അതന്നെ നമ്മുടെ മാർഗം.
അപ്പൊ ഇവിടെ കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യം ഇതിലില്ലേ ഇല്ല. സമൂഹത്തിന്റെ അടിയിലുള്ള രോഗങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മക്ക് തന്നെ പാളാക്കിന്റെ അത്ര പോകുന്ന മൊബൈല്, നമ്മക്ക് ജമാഅത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വാട്സപ്പിൽ നോക്കുന്ന പണിയാണ്. മനസ്സിലായപ്പോൾ പള്ളികളൊന്നും അനാവശ്യമായി കമ്പ്യൂട്ടർ വലിക്കരിക്കുന്നതൊന്നും അത്ര ഒരു ഹൈറല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കമ്പ്യൂട്ടർ വൽക്കരിച്ചുകൂടെന്ന് വെച്ചാൽ വൽക്കരിക്കാം, പക്ഷേ പലപ്പോഴും അതൊക്കെ ദുരുപയോഗം ചെയ്യുക. കുറെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ല നമ്മുടെ മഹത്വം തഖ്വയാണ്. മൻ ഖാഫല്ലാഹ, അത്ര തന്നെ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ. ഒരാൾ അള്ളാഹനെ പേടിച്ചാൽ എല്ലാവരും പേടിക്കേണ്ടി വരും. അതായിരിക്കുന്ന സമതോലിയര് അമ്മോശാക്കിയാണ് ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞിപ്പായ മുസ്ലിയാര്. അള്ളാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ആ ഏരിയ അങ്ങനെയാണ്. ഒരു മനുഷ്യനായ അവിടെ ഒരു മനുഷ്യനുണ്ട്. ഞാൻ മനുഷ്യൻ പോകുമ്പോഴാണ് ബേജാറ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായ അവിടെ ഒരു മനുഷ്യനുണ്ട്. ആ ഏരിയയിൽ ഒരു മനുഷ്യനുണ്ട്. എല്ലാവർക്കും ഒരു അവലംബുണ്ട്. കുട്ടികളൊന്നും നാശാവൂല. ഈ തെബിലിയും കൂത്താമാത്തൊക്കെ കൊടുവള്ളിയും പരിസരത്തുണ്ട്, അനങ്ങൂല. കാരണം അവിടെ ആരുണ്ട്? അവര് ആരുണ്ട്? ഒരു മനുഷ്യനുണ്ട്. മനുഷ്യനില്ലെങ്കിലോ നാശാവും. നാശാകണമെന്ന് പൂതിയുള്ള ഒരു പരിസരത്തുണ്ട്, പക്ഷെ നാശാൻ കഴിയൂല. കാരണം എന്തുകൊണ്ട്? ആളെ കിട്ടൂല അവിടെ. എന്തുകൊണ്ട് അവിടെ എന്ത്? ഒരു മനുഷ്യനുണ്ട്. അതന്നെ കിതാബ് ഉണ്ടായിട്ടൊരു കാര്യമല്ല. ഖുർആൻ കിട്ടിയില്ല. മുഹമ്മദ് നബിയെ കിട്ടിയാലും ലോകം നന്നാവുകയായിരുന്നു. മുഹമ്മദ് നബിയെ കിട്ടിയില്ല, ഖുർആനാണ് കിട്ടിയെങ്കിൽ ഒരാൾ നന്നാവില്ല. പുറത്ത് പറയണ്ട, ഒറ്റക്ക് പോയി ആലോചിച്ചാൽ മതി. അതിപ്പോൾ ആലോചിച്ചാൽ പോരാ, കുറേ ആലോചിക്കണം. ഖുർആനല്ല മർമ്മം, മുഹമ്മദാണ്. ഉറപ്പ്. വ്യക്തിക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആ വ്യക്തി കാമിലായ വ്യക്തിയാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽന. വളരെ തെറ്റായ വർത്തമാനം. ഇപ്പം നമ്മൾ സുന്നികളെ തന്നെ മുജാഹിദ് റീഡിങ്ങാണ്. മുജാഹിദ് പാടുന്ന പാട്ടാണിപ്പോൾ സുന്നി പോയിന്റിൽ നമ്മൾ പാടുന്നത്. അത് രണ്ടും രണ്ടാ. നമ്മളെ മർമ്മം ഖുർആനല്ല, നമ്മളെ മർമ്മം മുത്ത് മുഹമ്മദാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇത് അൻസല ഫീഹിം കിതാബൻ അല്ല, ഇത് ബഅസ ഫീഹിം റസൂലന. വഹാബി മുണങ്ങിയിട്ട് ഛർദ്ദിക്കണ്ട. വഹാബിനെ മുണങ്ങിയിട്ട് ഛർദ്ദിക്കാണ് ഇപ്പോൾ സുന്നിയക്ക് പണി. നിർത്തിക്കളി. വഹാബിയെ വിഴുങ്ങിയിട്ട് ഛർദ്ദിക്കണ്ട. നമ്മളെ മർമ്മം എന്താണ്? ഈ ലോകത്ത് അള്ളാഹു ഖുർആനെ ഇറക്കിയില്ല. ആരെ തന്നാൽ? മുഹമ്മദിനെ തന്നാൽ ഈ നന്നായൊക്കെ ഉണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? ഈ മുഹമ്മദ് മുസ്തഫാനെ തന്നില്ല, ഖുർആനാണ് തന്നെങ്കിൽ ഒരു പരിവർത്തനം ഉണ്ടാവില്ല. ഖുർആൻ ഇവിടെ ഉണ്ടല്ലോ, എന്തേ പരിവർത്തനം ചാഞ്ഞു? അതിൻ്റെ നിങ്ങൾ ഒരു ലാസ്റ്റ് കാലത്തെ പറ്റി ഒരു ഹദീസ് ഉണ്ടല്ലോ, ഹദീസ് ഒന്ന് റീവർക്ക് ചെയ്യാൻ. ഹദീസിൽ സയഅതി അലന്നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദ് അമർദൊക്കെ തന്നെ ഉണ്ടാണ്ട്. മുസ്ലിമീങ്ങൾക്ക് പേരുണ്ടാണ്ടേ? അതുണ്ട്. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിൽ വരെ എഴുത്തുകളാണ് ഉണ്ടാവുകയാണ്. എഴുത്തന്നെയല്ലേ ഖുർആനിൽ ഉണ്ടാണ്ട്? മസാജിദ് അമറ, വലിയ പള്ളിയെ പരിചരിക്കപ്പെടുന്ന പള്ളി ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും കമ്മിയില്ലല്ലോ. പിന്നെ എൻ്റെ കമ്മി? മുത്തബിഉ മുഹമ്മദ് ഉണ്ടാവില്ല, പരിവർത്തനം നടക്കില്ല, ഓസാവും. നിങ്ങളിവിടെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഖുർആനിൽ എന്തുണ്ടാണ്ട്? റുസുമനല്ലേ ഉണ്ടാണ്ട്? നിങ്ങൾക്ക് പറയും മനുഷ്യന്മാരെ, ഖുർആനിൽ എന്താ റുസുമല്ലേ? അതുണ്ടല്ലോ. പള്ളി എന്താ? മഹ്മൂറത്താവല്ലേ? അതുണ്ടല്ലോ. മുസ്ലിമീങ്ങൾക്ക് എന്താ വേണ്ടത്? അഹമ്മദ് മുഹമ്മദ് പേരല്ലേ? അതുണ്ടല്ലോ. പിന്നെ ആരില്ലാത്ത? മുത്തബിഅ മുഹമ്മദില്ല, മുതഖല്ലിഖും ബി മുഹമ്മദില്ല, മുഹമ്മദിന്റെ ഖുലുഖ് സ്വീകരിച്ചോനില്ല. മനസ്സിലായത്? അതില്ല. അപ്പോൾ നിഴലില്ലാത്ത മുഹമ്മദിന് നിഴലാണ് ഉലമാവ്.
നിഴലില്ലാത്ത പറ നേരില്ലാത്ത നേലുണ്ട് എന്ന് പറഞ്ഞത് മറ്റേ ആളാ പേരോട്. നേലില്ലാത്ത മുഹമ്മദ് മുസ്തഫാന്റെ നേലാണ് ആര്? നമ്മള്. ഇതിനാ ഭർത്താൻ പറയണത് നമ്മളൊക്കെ തന്നെ. ഇനിയിപ്പോ ശംസുലമ വരല്ലോ, ഇനി ശംസുലമ ഒന്നും കൂടി വരുമോ? ഇനി അത് ആകേണ്ടത് ആര്? പറയും മനുഷ്യന്മാരെ ആര്? നമ്മളൊക്കെ തന്നെ. അത്രയും ഖുർആനിൽ പണ്ടും എന്താ ഉള്ളത്? ഖുർആൻ മുസാഫായപ്പോൾ റുസൂം സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് ഖുർആനെ മുസാഫാക്കിയപ്പോൾ അതിലെന്താ ഉള്ളത്? പറയും മനുഷ്യന്മാരെ റുസൂം ഖിയാമത്ത് നാളിലും എന്തെന്നെ ഉണ്ടാവുണ്ട്? റുസൂം. മുസ്ലിമീങ്ങൾക്ക് എന്താ പേരുണ്ടാണ്? പേര്. പള്ളി എന്താവുണ്ട്? മഅമൂറാവുക. എവിടെ കമ്മിയുള്ളത്? കമ്മി. മുതഖല്ലിഖും ബി മുഹമ്മദില്ല, മുത്തബിഉ മുഹമ്മദില്ല. അവർക്ക് എന്തിന് കഴിയുള്ളൂ? പരിവർത്തനത്തിന് കഴിയുള്ളൂ. ഇനി ഇതൊന്നുമില്ല, ഇതുണ്ടെങ്കിൽ മതി. ഇതൊന്നും ഉണ്ടായില്ല. പള്ളി ഉണ്ടായില്ല, പള്ളി ഉണ്ടായില്ല. ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാലിയാജി എന്നൊരാൾ ജുമാക്ക് വേണ്ടി വന്നപ്പോൾ അക്കാലത്തെ അവിടുത്തെ ഏറനാടന്മാർ എന്നൊരു കൂട്ടരി ഹിന്ദുക്കൾ വർഗീയവാദികൾ വന്നിട്ട് കുഞ്ഞാലിയാജിയെ ഓടിച്ച് പാറപ്പുറത്ത് പോയി ജുമാസ്കരിച്ച് അവിടെ പിന്നെ മൂത്തേർത്ത് ജുമാത്തൊള്ളി കയറ്റി. അപ്പൊ പള്ളി ഉണ്ടാവേണ്ട ആവശ്യമില്ല, കുഞ്ഞാലി ഉണ്ടായാൽ മതി. കുഞ്ഞാലില്ലാതെ പള്ളി ഉണ്ടായിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കുഞ്ഞാലി ഉണ്ടെങ്കിൽ പാറപ്പുറം പള്ളിയാണ്. കുഞ്ഞാലില്ലാത്ത പള്ളിയോ മസാജിദ് ചന്തയാണ്. കുഞ്ഞാലില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടോ? അപ്പൊ ഉണ്ടാവേണ്ടത് ആരാ? കുഞ്ഞാലി. കുഞ്ഞാലിയാജി എന്നത് ഒരു ഉദാഹരണമാണ്. സാലിഹായ മനുഷ്യനാണ്, വലിയ ആളാണ്. ജുമാക്ക് പോയപ്പോൾ പാമ്പടിച്ച് ഒന്നിങ്ങനെ കുഴഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഖാദിമിനോട് പറഞ്ഞേ മനുഷ്യന്മാരെ ഇറക്കണ വയ്യാണ് മണക്കുന്ന തിരിഞ്ഞില്ല. തിരിഞ്ഞ് അപ്പോൾ അപ്പുറത്തെ മുളങ്കൂട്ടത്തിന്റെ അടിയിൽ പാമ്പ് ചത്തിറക്കുന്നുണ്ട്. മോമിനിങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ഞാനിതിൻ്റെ ചില റൂട്ടുകൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് പിന്നെ വർക്കുകളൊക്കെ നിങ്ങൾക്കറിയും, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ സമൂഹത്തെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവും, ഉണ്ടാകണം. നമ്മൾക്ക് പണി അതാണ്. എന്ത്? ആ കൗമിൻ്റെ സ്വലാഹിയത്ത് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ അത് തിരിഞ്ഞും മറിഞ്ഞും നമ്മളിലെത്തും.
നമ്മൾ നന്നാവും. ഒരു രാത്രി പോലും 40 കൊല്ലോട്ടെ കുഞ്ഞീദുസിലേര് 40 കൊല്ലല്ലേ അവിടെ, 50 കൊല്ലത്തിൽ തഹജ്ജുദ് ഖള ആയ ഒരു ദിവസം ഉണ്ടാവില്ല എന്ന്. എന്നോട് കൂടെ കിടക്കണ ആളാണ് പറഞ്ഞത്. പള്ളിയിലെ മുക്രി എന്നോട് പറഞ്ഞത്. പള്ളിയിലെ മുക്രി എന്നോട് പറഞ്ഞത് നിസ്കാരമല്ല, എന്തുണ്ടാവില്ല തഹജ്ജുദ് ഖളയായ ഒരു ദിവസമില്ല അങ്ങനെ പറഞ്ഞു. ആ നാട്ടുകാരനോട് പറഞ്ഞു തഹജ്ജുദ് ഖളയായ ഒരു ദിവസമില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ കൂടി കല്യാണം അടക്കം തീരുമാനിച്ചു കൊടുക്കുന്ന ആരാ? നമ്മളെ ഈ സാധുവായ മൂല്യര്. നമ്മളെ മനസ്സിലായില്ലേ? അത് തന്നെ ആ മനുഷ്യനെ അള്ളാഹു കൊണ്ട് ഉയർത്തും. പറഞ്ഞില്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഉയർത്തും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിൽക്കേണ്ടടുത്ത് നമ്മൾ നിൽക്കണം. നമ്മൾ മുഖ്ലിസീങ്ങളായി നിലകൊള്ളണം. നമ്മളെ ഏർപ്പാട് അതായി നമ്മൾ എടുക്കുന്ന പണി എടുക്കണം. അവനവൻ എടുക്കുന്ന പണി എടുത്താൽ എല്ലാം നന്നാവും. എല്ലാം അങ്ങനെ തന്നെയാണ്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്ക്, BJP സമൂഹത്തിൽ വളരുന്നു. എന്താ അതിൻ്റെ കാരണം? കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നുമല്ല. കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അത് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ആത്മാർത്ഥമായ താല്പര്യമുണ്ട്. അപ്പോൾ അത് വിജയിക്കും. ഈ ലോകത്ത് എന്തിനും അല്ലാഹു തആല ഇഖ്ലാസിൻ്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടു കൊടുക്കും. അവൻ ചെയ്യുന്നത് അബദ്ധമാണെങ്കിൽ പോലും അതിന് അബദ്ധവും സുബദ്ധവും തീരുമാനിക്കണം അപ്പുറത്താണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? എന്തിനും എന്ത് വേണം? ഇഖ്ലാസ് വേണം. എന്നാൽ അത് വിജയിക്കും. ഞങ്ങൾക്ക് രസം പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ നന്നായി തീർന്നിട്ട് ആത്മകഥ എഴുതിയിട്ടുണ്ട്. DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ച്. ഞാനത് പലവട്ടം വായിച്ചിട്ടുണ്ട്. ഒരു കള്ളൻ്റെ ആത്മകഥ. ഭയങ്കര പാഠങ്ങളുണ്ടായില്ല. മണിയമ്പിള്ളയാണ് കേരളം കണ്ട ഏറ്റവും വലിയ കള്ളൻ. അയാൾ പിന്നെ നന്നായി അതിനുശേഷം അയാൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു കള്ളൻ്റെ ആത്മകഥ എൻ്റെ അടുത്തുണ്ട്. വളരെ ഞാനത് പലവട്ടം വായിച്ചിട്ടുണ്ട്. കാരണം അതിൽ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഇയാൾ പറയുന്ന ഒരു കാര്യം മോഷ്ടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറിയാൽ മോഷണമല്ലാത്തൊരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. ദൈവസഹായം ഉണ്ടാവില്ല. ഭയങ്കര വർത്താനം അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര വർത്താന. ഞാനത് എത്രയോ വട്ടം വായിച്ചിട്ടുണ്ട്. ഭയങ്കര പാടുണ്ട്. അയാൾ എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഫ്രിഡ്ജിൽ കള്ളുണ്ടോന്ന് തുറന്ന് നോക്കരുത്. ചിലപ്പോൾ ഈ മോഷ്ടിക്കുന്നത് എന്തിനായിരിക്കാം? കള്ളുടിക്കാനായിരിക്കാം. പക്ഷെ ആ വീട്ടിൽ നിന്ന് കള്ളെടുക്കരുത്. കാരണം ഈ എന്തിനു വന്നതല്ല, കള്ളെടുക്കാൻ വന്നതല്ല, ഈ മോഷ്ടിക്കാൻ വന്നാണ്. നിന്റെ ലക്ഷ്യം തെറ്റിയാൽ ദൈവിക സഹായം ഉണ്ടാവില്ല. ഭയങ്കര വർത്താന, ഭയങ്കര ചിന്ത ഉണ്ടേല്. വ്യഭിചരിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാനാണ് നീ കയറിയത്. അവിടെ ഉടുപുടല്ലാത്ത അതിസുന്ദരിയായ പെണ്ണ് കിടക്കണുണ്ടാവും. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ നീ പിടിക്കപ്പെടും. എന്നാ അവിടുന്ന് പൈസ എടുത്തിട്ട് പിന്നെ നിനക്ക് എന്താ ഉള്ളത്? മാർക്കറ്റിൽ നടക്കുന്ന 100ാം ക്ലാസ് പെണ്ണിനെ വിചാരിക്കാനായി പോണത്. അതിനാണ് ഈ പൈസ. ഇവിടെ 1ാം നമ്പർ ആ വീട്ടിൽ നഗ്നയായ സുന്ദരി എൻ്റെ കണ്ണിന്റെ മുന്നിലുണ്ട്. തൊട്ടുപോകരുത്. തൊട്ടുപോയാൽ ദൈവിക സഹായം ഉണ്ടാവില്ല. ഒരു കാര്യത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാകാൻ പാടുള്ളൂ. ലക്ഷ്യം തെറ്റിയാൽ ദൈവിക സഹായം ഉണ്ടാവില്ല. എത്ര വലിയ വർത്താനാപ്പി പറഞ്ഞത്. ഒമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ എന്നതിന്റെ മാനയാണ് ഇപ്പൊ മണിയമ്പിള്ള പറഞ്ഞത്. എത്ര വലിയ പാടുണ്ട് അതില്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇസ്ലാഹ്, ഇതന്നെ സമൂഹം നന്നാവണം. വഴി ആര് കാണിക്കും? അള്ളാഹു കാണിക്കും. വലിയ പേടിയും പേടിക്കണ്ട. രാത്രിയായ അള്ളാഹിനോട് പറയാം, ഇവിടെ ഈ പരിവർത്തനം നടത്തിയവർക്കെല്ലാം പരിവർത്തനത്തിന്റെ വഴി അള്ളാഹു ലൗഹെന്ന് ഇറക്കി കൊടുത്തൊന്നുമല്ല, കാർഡൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അവരെ കൊണ്ട് ഈ മാറ്റങ്ങൾ എമ്പാടുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ മുഖ്ലിസീങ്ങളാണ്. അപ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി.
അവര് ബിസ്മി അല്ലി ഊടിക്കൊടുത്തപ്പോൾ രോഗം മാറി. പ്രസവത്തിന് ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ കിടക്കുന്ന രോഗി പെണ്ണ് പ്രസവത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ കിടക്കുന്ന സമയത്ത് ആരോ വന്ന് കുഞ്ഞിക്കോയിലേര് ആരോ കാണാൻ വന്നു മെഡിക്കൽ കോളേജിൽ. അപ്പൊ ആരോ പറഞ്ഞ് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വലിയ വിഷമാണ്. അപ്പൊ പറഞ്ഞ് ഈ ഒരു വെറ്റില അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരും. ഇയാളോട് പറഞ്ഞു കുഞ്ഞിക്കോയിലേര് ഞാൻ പീടിയിൽ ഒരു വെറ്റില വാങ്ങിക്കോ. ആ വെറ്റില വാങ്ങി എന്തോ വെറ്റിലയിൽ ഒന്നിങ്ങനെ തൻ്റെ രീക്ക് നനച്ച് ഇങ്ങനെ എഴുതി, എന്നിട്ട് അത് ആ കുട്ടിയുടെ പെണ്ണിന്റെ നാമൽ വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയില്ല. അപ്പോഴത്തിന് പെണ്ണ് പ്രസവിച്ച്. അപ്പൊ ഡോക്ടർക്ക് തന്നെ സംശയം ഇത് എങ്ങനെ ഉണ്ടായി. അപ്പൊ പറഞ്ഞു ഞങ്ങളൊരാൾ ഇവിടെ വന്നിരുന്നു. അപ്പൊ ആ ആളെ കാണാൻ പിന്നെ ഡോക്ടർക്ക് പൂട്ടി. നിങ്ങൾക്ക് പറഞ്ഞ ഇത് നടന്ന സംഭവം അനുഭവസ്ഥനോട് അനുഭവസ്ഥൻ പറഞ്ഞ എന്നോട് അല്ലദീന ഇദാ ഉദിക്കറല്ലാഹ്, അവരാണ് ആദ്യ കാലഘട്ടത്തിലെ ഖുതബാ ഉലമാ. അല്ലദീന ഇദാ ഉദിക്കറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹനെ ഓർമ്മ വരും. അവരാരുടെ ആളാണ്? അള്ളാന്റെ ആളാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വീട്ടിൽ ഒന്നും സംസാരിക്കേണ്ടതില്ല. ഇത് ബാക്കിയെല്ലാം നിങ്ങൾ ആലോചിക്കുകയും അവനവന്റെ മഹലിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഓരോന്നും അതെ. ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആള് പൂച്ചനെ വെട്ടി, ഇനി മറ്റോൻ തിരിച്ചു വന്നിട്ട് കത്തി കൊണ്ടുവന്നിട്ട് കാര്യമല്ല. ഒരാൾക്ക് മറ്റോളെ പേടിപ്പിക്കൽ പൂച്ചനെ വെട്ടലാണ്. അതിഞ്ഞ് വിചാരിച്ച് മറ്റോളം പൂച്ചനെ വെട്ടാൻ നടന്നിട്ട് കാര്യമില്ല. അത് അവനവനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആര് കാണിക്കും? അള്ളാഹു കാണിക്കും. ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇടക്കാലത്ത് പറഞ്ഞത് മറക്കണ്ട. ഖതീബ് മുഖ്ലിസ് ആണെങ്കിൽ മുൽഹമായിരിക്കും, ഇൽഹാം ഉണ്ടാവും ഉറപ്പ്. ഇതിൽ ചില തെളിവുകൾ എനിക്ക് പറയാൻ കഴിയും. അത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്നോട് ഞാൻ പറയില്ല. വാഴ് പോലും മുൽഹമായിരിക്കും. ഞാൻ ഈ റബീഉൽ അവ്വലിൽ ഞാൻ നിങ്ങൾ ഉദ്ദേശകരമായ ഒരു കാര്യം പറയാം. ഞാൻ ഈ റബീഉൽ അവ്വൽ വന്നിട്ട് ഒരു മദ്ഹിന്റെ കിതാബും നോക്കിയിട്ടില്ല. എന്നാൽ ഒരു സ്ഥലത്ത് പറഞ്ഞ വാഴ് രണ്ടാമത്തെ സ്ഥലത്ത് പറഞ്ഞില്ല. അത് ഞങ്ങളുടെ ഒരു എന്താ പറഞ്ഞതെന്നറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദുമാരുടെ ഒരു പൊരുത്തം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നമ്മുടെ ഉസ്താദുമാരുടെ ഒരു പൊരുത്തം. പിന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി തുറന്നു തരും. അള്ളാഹു വഴി തുറന്നു തരട്ടെ. ഇതൊക്കെ അനുഭവസ്ഥന്മാരെ തന്നെയാണ് നിങ്ങളും. ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയണ്ടില്ല, നിങ്ങൾക്കും അനുഭവസ്ഥ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഈ അവസരം എനിക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. എനിക്കൊരു വലുപ്പത്തിലായി പറഞ്ഞാൽ നിങ്ങൾ ധരിച്ചു പോകരുത്. ഇതല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ഖതീബ് മുഖ്ലിസാണോ മുൽഹമായിരിക്കും, വാഴ മുഖ്ലിസാണോ മുൽഹമായിരിക്കും. ഒരു പേടി ഉണ്ടാവില്ല. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ ചേർക്കട്ടെ. അള്ളാഹുക്ക് വേണ്ടി ജീവിച്ച മുത്തഖീങ്ങളിൽ നമ്മെ ചേർക്കട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരായ വഴിക്ക് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ജനുവരി 20-ാം തീയതി നമ്മളെ ജില്ലയിലെ പള്ളികളിൽ ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ട്. ഖതീബുമാർ അതിൽ സഹകരിക്കണം. ബഹുമാനപ്പെട്ട SMF-ന് വേണ്ടി SMF-ന് വേണ്ടിയിട്ട് ഈ ജനുവരി 20-ാം തീയതി വെള്ളിയാഴ്ച അല്ലേ, ജനുവരി 20-ാം തീയതി വെള്ളിയാഴ്ച പള്ളികളിൽ ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ട്. ഖതീബുമാർ സഹകരിക്കണം. ഇതൊക്കെ ഇവിടെ നടന്നു പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ രീതിയിലോ പെരുമാറ്റങ്ങളിലോ ഇഷാറാത്തുകളിലോ എന്തെങ്കിലും ഒരു വിഷമമായ വാക്കോ കിബറായ വാക്കോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വളരെ ക്ഷമിക്കണം എന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ പറയൽ അത്യാവശ്യമാണല്ലോ എന്ന നിലക്ക് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ക്ഷമിക്കണം എന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. അള്ളാഹു ഇതിനു വേണ്ടി അധ്വാനിച്ചവർക്ക് അള്ളാഹു ഖൈർ നൽകട്ടെ. ഒരുപാട് ഭക്ഷണം കൊടുത്ത ആളുകളുണ്ട്, അതിന് സഹകരിച്ചവരുണ്ട്. അള്ളാഹു തആല അവർക്ക് ഖൈറിന്റെ വാതിൽ തുറന്നു തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ചേർക്കട്ടെ. ഈ സാധുവിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് ആവശ്യപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ പ്രചാരക പ്രവർത്തനത്തിലായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.